ഫസ്റ്റ് റിലീസ് സമയത്ത് തന്നെ പ്രൊഡക്റ്റ് ഡൗൺ ആയി. ഈ ഓർഡർ ഡാറ്റ ഒരുപാടുണ്ടാവും. ഇത് വന്നപ്പോൾ സമയത്ത് ഡാറ്റാബേസ് ക്രാഷ് ആയി. അതായത് സെയിം പ്രൊഡക്റ്റ് പാക്കേജിങ് ഡിഫറെന്റ്. ഇപ്പൊ പാക്കേജ് മോശമാണെന്നുള്ളത് അതുകൊണ്ട് ആൾക്കാർ വാങ്ങിക്കുന്നത്. അതെ. അപ്പൊ ഇത് റിപ്പീറ്റഡ് ചെയ്ത സമയത്ത് ഒരു സ്റ്റോറിന്റെ ട്രാഫിക്കാണ് കൂടി. അതായത് ഈ റിവ്യൂ കൂടുതലായി, സെയിൽസ് കൂടി. ഹായ്, ഹർഷദ്. വെൽക്കം ടു ടുഡേസ് ഫ്ലോഫ്ലെക്സ് അല്ലേ? ഫ്ലോഫ്ലെക്സിന്റെ കോഫൗണ്ടറാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് പേർക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് ടെക്നിക്കൽ ഇൻഫർമേഷനും അതുപോലെ തന്നെ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് എൻട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഇൻസൈറ്റ് കിട്ടാൻ പോസിബിലിറ്റി ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഇന്ന് മെയിൻലി ഉണ്ടാവുക. വെൽക്കം ടു ദിസ് പോഡ്കാസ്റ്റ്. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു നമുക്കൊരു കരിയർ, ഇപ്പം എല്ലാവരും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്ന് പറയുന്നത് ഒരു കരിയറിന്റെ തൊട്ട് അല്ലെ, ഒരു കരിയർ മീൻസ് ഒരു പഠനത്തിന് തൊട്ട് നെക്സ്റ്റ് ലെവലിലായിരിക്കും. ഒരു പക്ഷെ അവിടെ കുറെ ജോലികൾ ചെയ്തിട്ടുണ്ടാവും, അതിനുശേഷമായിരിക്കും സ്റ്റാർട്ടപ്പിലേക്ക് തിങ്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഒരു ജേർണി അതെങ്ങനെയായിരുന്നു? ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ കോളേജ് അരീക്കോടായിരുന്നു. സയൻസ് കോളേജ് ആയിരുന്നു ഞാൻ ഡിഗ്രി ചെയ്തത്. കമ്പ്യൂട്ടർ സയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരാണ്ടായ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ ഒരു 2002 ടൈമിലൊക്കെ ആണ് നമ്മുടെ നാട്ടിൽ കമ്പ്യൂട്ടറൊക്കെ എത്തുന്നത്. ആ സമയത്ത് എൻ്റെ സ്കൂളിൽ ഞാൻ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അവിടെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനിലൊക്കെ ഈ സി പി ഒക്കെ മോണിറ്ററിന് താഴെ CPU ഒക്കെ വെച്ചിട്ടുള്ള ടൈപ്പ് സാധനങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു, പഴയ സിസ്റ്റംസ്. അപ്പൊ അന്ന് നമ്മൾ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് MS Paint അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാൻ പഠിക്കുന്ന ഒരു സാധനങ്ങളൊക്കെ. അപ്പൊ അന്ന് എൻ്റെ മൈൻഡിൽ കയറിയ ഒരു സാധനമാണ് കമ്പ്യൂട്ടർ എന്നുള്ളത്. അങ്ങനെ ഞാൻ ഗ്രാജുവലി പിന്നെ എൻ്റെ 10th ആ ടൈമിലും അതേപോലെ തന്നെ ആ സമയത്തൊക്കെ ഞാൻ വെക്കേഷൻ കോഴ്സിനൊക്കെ പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് പ്രോഗ്രാമിംഗ് എന്നുള്ള സാധനം എൻ്റെ ഒരു ഫസ്റ്റ് കമ്പ്യൂട്ടർ ടീച്ചർ ഉണ്ട്, സലാം സാർ. പുള്ളി അന്ന് വിഷ്വൽ ബേസിക് ആണ്, നമ്മളുടെ VB ആണ് അന്ന് ഉണ്ടായിരുന്നത്. ആ VBന്റെ അകത്ത് ചെറിയ വിഷ്വൽ കോഡിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് പറഞ്ഞു. ഈവൻ ദോ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ പ്രോഗ്രാംസ്, ഈവൻ ദോ ഒരു കാൽക്കുലേറ്റർ പ്രോഗ്രാം ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു വിൻഡോ പ്രോഗ്രാം ഒക്കെ. അപ്പം അങ്ങനെയാണ് ഞാൻ കമ്പ്യൂട്ടറിലേക്ക് വരുന്നത്, ആ ഇൻട്രസ്റ്റ് വന്നത്. പിന്നെ വന്നിട്ട് ഓഫ് കോഴ്സ് അങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് അതിനുശേഷം വന്നിട്ട് പിന്നെ വന്നേക്കുന്നത് ഞാൻ MCA ചെയ്ത്. അതിവിടെ ഡോയാക്കാണ്. ഇപ്പം അത് നീൽറ്റ് എന്നാണ് അതിൻ്റെ പേര്, NIT ക്യാമ്പസിലുള്ള തന്നെ. അപ്പൊ അതിന്റെ ഇൻബിറ്റ് ഞാൻ ഒരു 6 month ആക്ച്വലി ഞാൻ ടീച്ചിങ്ങിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാദ്രഹമ്മ ഇംഗ്ലീഷ് സ്കൂളിൽ അവിടെ സീനിയർ സെക്കൻഡറി ഓപ്പൺ ചെയ്ത സമയത്ത് ഒരു കമ്പ്യൂട്ടർ ടീച്ചർ എന്നുള്ളൊരു പൊസിഷനിലേക്ക് ഞാൻ വർക്ക് ചെയ്തായിരുന്നു ഒരു 6 month. അപ്പോൾ ആ ഒരു കരിയർ ആക്ച്വലി എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ഫസ്റ്റത്തെ ഒരു ടേണിംഗ് പോയിന്റ് എന്നാണ് പറയാം. ഒരാളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനും വലിയ സ്റ്റേജിൽ നിന്ന് സംസാരിക്കാനൊക്കെ ഫിയർ, കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ആയത് ബേസിക്കലി അവിടെ തന്നെയാണെന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വന്നിട്ട് അതിന് മുന്നേ തന്നെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ചെറിയ വർക്കുകളൊക്കെ ചെയ്യായിരുന്നു. കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യായിരുന്നു. അപ്പൊ ഈ PG ചെയ്യുന്ന സമയത്ത് തന്നെ എന്താ പറയാ, ഞാൻ ഈ ലാംഗ്വേജസ് ഒക്കെ ലേൺ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇത്ര റിസോഴ്സുകളൊന്നും ഇല്ല. ഇപ്പോൾ അന്ന് ആകെ ഒരു സ്റ്റാക്ക് ഓവർഫ്ലോയും അതേപോലത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നീട് വന്നിട്ട് ഞാൻ കുറച്ച് സപ്ലികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോയി. അത് എനിക്ക് ഇപ്പോൾ ഓർമ്മിക്കുന്നൊരു സ്റ്റോറി എന്താ വെച്ചാൽ, TCSന്റെയും വിപ്രോന്റെയും ഒരുമിച്ചുള്ള ഒരു ഹയറിംഗ് ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വെച്ചിട്ട്. അപ്പൊ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് എനിക്ക് കൊണ്ട് കാലിക്കറ്റ്, തൃശ്ശൂർ, മലപ്പുറം ഡിസ്ട്രിക്ട് എല്ലാ കോളേജ് സ്റ്റുഡൻസും വന്നിട്ടുണ്ട്. അപ്പം അവിടെ ഫസ്റ്റ് ഫിൽറ്ററിങ് അതായത് ഒരു 60% ഓഫ് എബവ് മാർക്ക് വേണം ലാസ്റ്റ് എക്സാമിൽ. അപ്പൊ നമ്മളെ ഉള്ളിൽ കയറി, ഓക്കെ നമ്മളുണ്ടല്ലോ എന്നുള്ളത്. പിന്നെ അത് ഫിൽറ്ററിങ് വരുന്നത് ഇതാണ്, അരിയസ് എന്തെങ്കിലും ബാക്ക് പേപ്പേഴ്സ് ഉള്ള ആൾക്കാർ മെല്ലെ പോയിക്കോളും. അപ്പൊ ആ സമയത്ത് ആകെ എനിക്കന്ന് സ്റ്റാറ്റിസ്റ്റിക്സിലാണ് തോന്നുന്നത്, അതിൽ ഒരു ബാക്ക് പേപ്പർ ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഒരു പേപ്പർ പോയി കഴിഞ്ഞാൽ 3 പേപ്പർ എഴുതണം. അതായത് സ്റ്റാറ്റിന് 3 പേപ്പേഴ്സ് ഉണ്ടാവും. ഒന്ന് പോയി കഴിഞ്ഞാൽ 3 എഴുതണം. അപ്പൊ ഒന്ന് പോയി കിടക്കുന്നുണ്ട്, അപ്പൊ 3 2 എഴുതണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആ സമയത്ത് ഭയങ്കര അഷീംഡ് ആയിട്ട് ഞാൻ ബാക്കോട്ടേക്ക് പോകുന്നത് ഇപ്പോഴും ഓർക്കുന്നുണ്ട് അന്ന്. പക്ഷെ എന്റെ അന്ന് ഞങ്ങൾ 2 ഫ്രണ്ട്സും, ഞാനും എന്റെ ഫ്രണ്ട് ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായിരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അതെ, അത് ഒരുപാട് ആൾക്കാർ ഇടയിൽ സപ്ലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അതിനുശേഷം ഞാൻ ബാംഗ്ലൂർക്ക് മൂവ് ചെയ്ത് കോളേജ് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് ബാംഗ്ലൂർ ഒരു ഭയങ്കര ഇൻസ്പയറിംഗ് സ്ഥലമായതുകൊണ്ട് ലൈക്ക് അവിടെ IT എല്ലാം ആ ടൈമിൽ അങ്ങോട്ട് മൂവ് ചെയ്ത്. കറക്റ്റ്. അപ്പൊ ഞാൻ അവിടേക്ക് പോയി. അങ്ങനെ ഞാൻ ജോബ് ഹണ്ട് സ്റ്റാർട്ട് ചെയ്ത് എനിക്കൊരു 1 month കൊണ്ട് തന്നെ എന്റെ കോളേജ് പ്രൊജക്ട് ഞാൻ എല്ലാം വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തായിരുന്നു. ഒരു കുറച്ച് ടെക്നിക്കലി ഒരു ലോഡ് ബാലൻസിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സാധനം ചെയ്തായിരുന്നു. അപ്പം അതിന്റെ ആ പ്രൊജക്ടിന്റെ ഒരു വർക്ക് ഫ്ലോയും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു
പിന്നെ എനിക്കൊരു ഇന്റർവ്യൂ വന്ന സമയത്ത് ഞാനൊക്കെ പ്രസന്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എസ്പെഷ്യലി ഒരു കേണൽ ലെവലിലൊക്കെ ഉള്ള ഒരു സാധനമായിരുന്നു അത്. അങ്ങനെ അവിടെ ആ കമ്പനി ജോയിൻ ചെയ്ത് അവിടെ ഒരു 6 months ബാംഗ്ലൂർ 6 months വർക്ക് ചെയ്തു. അപ്പോൾ അവർക്ക് ബാക്ക് ഓഫീസ് ഉണ്ടായിരുന്നു ഇവിടെ കാലിക്കറ്റ് തന്നെ. 6 months കാലിക്കറ്റും വർക്ക് ചെയ്ത് ജാവയിലായിരുന്നു എൻ്റെ പ്രോഗ്രാമിങ്ങും എല്ലാം ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന അസൈൻമെന്റ് ഒരു എനിക്ക് തന്നിട്ടുണ്ടായ അസൈൻമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ മൈക്രോ കൺട്രോളർ വെച്ചിട്ട് നമ്മളെ ഇപ്പൊ ഈ വൈഫൈ മൊഡ്യൂളൊക്കെ ഭയങ്കര ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അന്ന് ഈ റിമോട്ട് POS മെഷീൻസ് ഉണ്ടാവും, നെറ്റ്വർക്ക് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് POS മെഷീൻസ്. അപ്പൊ ഇതിന്റെ അകത്തുള്ള ബില്ല് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ക്ലൗഡിലേക്ക് സിങ്ക് ചെയ്യണം. അത് അപ്പോൾ അതിന്റെ ഒരു മൊഡ്യൂൾ ഉണ്ട്, ആ മൊഡ്യൂൾ കണക്ട് ചെയ്തിട്ട് അത് പ്രോഗ്രാം ചെയ്തിട്ട് കണക്ട് ചെയ്യണം. ഇതായിരുന്നു എനിക്കാണെങ്കിൽ ആ സാധനം തീരെ പരിചയമില്ലാത്തതും അങ്ങനത്തെ ഒരു കോഡിങ് മുന്നേ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു അസൈൻമെന്റ് ഞാൻ ഇനിഷ്യലി ചെയ്ത് ഒരു ഫസ്റ്റ് MVP പോലെ ഞാൻ ബിൽഡ് ചെയ്ത് കൊടുത്തു. ആ സമയത്താണ് എനിക്ക് ദുബായിൽ നിന്ന് ഒരു എൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ പിന്നെ ഓപ്പർച്യൂണിറ്റി എന്നെ വിളിച്ചത്. ഇങ്ങനെ സംഭവം ഉണ്ട്, അവിടെ ലോയൽറ്റി പ്രോഗ്രാമാണ് റൺ ചെയ്യുന്നത്. അതായത് ഡിജിറ്റൽ ലോയൽറ്റി, നമ്മളിപ്പോൾ ഇവിടുത്തെ നെസ്റ്റോടെ കിനാം പോയിന്റ് ഒക്കെ പറയുന്ന പോലെ ഡിജിറ്റൽ ലോയൽറ്റി, അതിന്റെ ഒരു പിന്നെ സ്റ്റാർട്ടപ്പ് ആയിട്ട് ബിൽഡ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഇന്റർവ്യൂ കോൾ വന്നു. പിന്നെ ആ സമയത്ത് എൻ്റെ ബോസ് വിളിച്ച് ഇന്റർവ്യൂ ചെയ്യിപ്പിച്ച് എന്നോട് പിന്നെ സ്കൈപ്പിൽ വരാണ്ട് പറഞ്ഞു. സ്കൈപ്പിൽ വന്ന് പുള്ളി എന്നോട് കുറെ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ ചോദിച്ചു. എനിക്ക് വന്ന് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ആയിട്ടൊന്നും അറിയില്ല. ബേസിക്കലി ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്, കോളേജിലും അതേപോലെ തന്നെ ലൈക്ക് നമുക്ക് വേറെ ഒരു പിന്നെ ഇൻട്രസ്റ്റ് ആയിട്ട് ആൾക്കാർ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ പക്ഷെ എനിക്ക് അറിയുന്ന ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ ഇംഗ്ലീഷ് സ്കൂളിൽ പഠിപ്പിച്ച സമയത്ത് കിട്ടിയൊരു കോൺഫിഡൻസും ആ ഒരു സ്കില്ലും എനിക്കത് ഭയങ്കര ഉപകാരപ്പെട്ടു. അപ്പൊ ഞാനവിടെ ബോസ് ചോദിച്ച കാര്യത്തിനൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുത്തപ്പോൾ പുള്ളിയിൽ ഇംപ്രസ്ഡ് ആയി. അങ്ങനെ എനിക്ക് ജോബ് ഓഫർ വന്നു, വിസ വന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ് എനിക്ക് തോന്നുന്ന ഒരു 2 week കൊണ്ട് തന്നെ കയറാൻ വേണ്ടി പറഞ്ഞ് ഇവിടുന്ന് ഞാൻ 1-2 കോഴ്സുകളൊക്കെ ചെയ്തു. അവിടെ ഒരു പെർട്ടിക്കുലർ ജോബ് റോൾ എന്നുള്ള രീതിയിലല്ല എനിക്ക് തന്നത്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ള കാറ്റഗറി തന്നത്. പക്ഷെ എനിക്ക് അവിടെ എത്തുന്ന സമയത്ത് കുറച്ച് ലൈക്ക് ഓഫ് ഒരു സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് തന്നെ കുറെ വർക്ക് ഉണ്ടായിരുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെർച്ചന്റ് ഓൺ ബോർഡിംഗ് ഉണ്ടാവും. മെർച്ചന്റ് ഓൺ ബോർഡ് കഴിഞ്ഞാൽ അവരുടെ വീഡിയോ എഡിറ്റിംഗ് ഉണ്ടാവും, അവരുടെ ഡാഷ്ബോർഡ് സെറ്റ് ചെയ്യാനുണ്ടാവും, പിന്നെ മേ ബി ക്ലയന്റ് വിസിറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ പല സാധനങ്ങളുണ്ടാവും, കോഡിംഗ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോ എഡിറ്റിംഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് ഒരു എനിക്ക് തോന്നുന്ന ഒരു 5 days അങ്ങനെ എടുത്തിട്ട് ഒരു ക്രാഷ് കോഴ്സ് പോലെ ചെയ്ത് അങ്ങനെ ഞാൻ ഇവിടെ കയറിയത്. അങ്ങനെ ദുബായ് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അതായത് അവിടെ നിന്നാണ് ശരിക്കും ഒരു ഫസ്റ്റ് കരിയർ അവിടെ ആയിരുന്നോ? കരിയർ ടീച്ചർ ആയിട്ടായിരുന്നു. സെക്കൻഡ് ആക്ച്വലി ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ ഒരു ഐ ഓപ്പണിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ദുബായ് തന്നെയാണ്. ബിക്കോസ് ഞാൻ അവിടെ വർക്ക് ചെയ്ത സമയത്ത് ഒരു കോർ ടീമിലേക്കാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അതായത് ഇനീഷ്യൽ എംപ്ലോയി എന്നൊക്കെ വേണം പറയാം, സെക്കൻഡ് ഓർ തേർഡ് എംപ്ലോയി ആണ് ഞാൻ ആ കമ്പനിത്തെ. അപ്പോൾ ആ സമയത്ത് ആ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നതും അതിന്റെ ആർക്കിടെക്ചർ സൈഡ്, അപ്പോൾ ഞാൻ ഫുൾ ത്രോട്ടിൽ ഞാൻ അങ്ങനെ വർക്ക് ചെയ്യണം. അതായത് അതിന്റെ സ്ട്രക്ചർ ബിൽഡ് ചെയ്യണം, ഡാറ്റാബേസ് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ കസ്റ്റമർ ഓൺബോർഡ് ചെയ്യണം. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് കൾച്ചർ ഇങ്ങനെ ഭയങ്കര ഇൻസ്പയർ ചെയ്ത്, അതായത് ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുക, കസ്റ്റമറെ കൊണ്ടുവരിക, കസ്റ്റമർ പേയ്മെന്റ് വരിക, ഇത് ആ എമൗണ്ട് റീഇൻവെസ്റ്റ് ചെയ്തിട്ട് അഗെയിൻ കമ്പനി ഗ്രോ ചെയ്യുക. ആ ഒരു കൾച്ചർ ഞാൻ ലേൺ ചെയ്യുന്നത് ആക്ച്വലി ദുബായിൽ നിന്ന് ബീബസ്റ്റ് എന്ന് പറഞ്ഞാൽ. ശരിക്കും അതൊരു നല്ല പോയിന്റ് ആണല്ലേ. ശരിക്കും ഇപ്പോൾ ഈ ഒരു സ്റ്റാർട്ടപ്പ്, പല ആൾക്കാരും സ്റ്റാർട്ടപ്പിലേക്ക് വരുന്നത് ഇപ്പോൾ പഠനം കഴിഞ്ഞ ഉടനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ, അതിനേക്കാൾ ബെറ്റർ ആണ് ശരിക്കും ഒരു കമ്പനിയിൽ 1 or 2 years എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിലേക്ക് വരുമ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജ് ശരിക്കും കിട്ടും അല്ലേ. എന്താണ് അതിന്റെ ഒരു സ്ട്രക്ചറിലൂടെ നമ്മളൊന്ന് കടന്നു പോകും. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് കമ്മിങ് ഡേയ്സിൽ അത് ഇല്ലാതാക്കാം, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ആ വർക്ക് ചെയ്ത സമയത്ത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട് ബേസിക്കലി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആയിരുന്നു. ഞാൻ എൻ്റെ വർക്ക് സൈക്കിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് ഞാൻ പിന്നെ കോഡ് ചെയ്യും. ഇതിന്റെ കസ്റ്റമർ സൈഡിലുള്ള മൊബൈൽ ആപ്പ്, അതേപോലെ ഞാൻ ആൻഡ്രോയിഡ് iOS ഞാൻ പഠിച്ചതൊക്കെ വേറെയാണ്, ചെയ്ത് എക്സ്പീരിയൻസ് ഇത് വേറെയാണ്. ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നത് വേറെ ഒരു ടെക്കിലാണ്. അതായത് iOS-ന്റെതും ആൻഡ്രോയിഡിന്റെയും അന്ന് നേറ്റീവ് ഡെവലപ്മെന്റ് ആണ്. പിന്നെ അത് ഞാൻ അവിടെ നിന്ന് പഠിച്ചതാണ്. അതിനുശേഷം ഞാൻ PHP ലറാവലയിലേക്കൊക്കെ മാറി ഇതിന്റെ ഡാഷ്ബോർഡ്സ്, അതായത് മെർച്ചന്റ് സൈഡിലുള്ള ആപ്ലിക്കേഷൻസ്, ഐപാഡിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ അന്ന് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹാഫ് ഡേ ഞാനിത് കോഡ് ചെയ്യും, ഹാഫ് ഡേ ഞാനത് വെച്ചാൽ ക്ലയന്റ് കോൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ ക്ലയന്റ് വിസിറ്റ് ഉണ്ടാവും, വീഡിയോ ഷൂട്ട് ഉണ്ടാവും. അന്ന് എൻ്റെ ബോസിന് നല്ലൊരു ക്യാമറ ഉണ്ട്, നിക്കോണിന്റെ ക്യാമറ. അപ്പോൾ ഇതെടുത്തിട്ട് ഞാനും എൻ്റെ പിന്നെ ഒരു കൊളീഗുണ്ട്, ഞങ്ങൾ രണ്ടുപേരും പിന്നെ അന്നത്തെ കസ്റ്റമേഴ്സ് റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ സലൂണ്. അപ്പോൾ അത് കസ്റ്റമർ റീറ്റേൺഷിപ്പ് ആവശ്യമുള്ള സ്ഥലത്താണ് ആക്ച്വലി ലോയൽറ്റി പോയിന്റ് വേണ്ടത്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ റിപ്പീറ്റഡ് വിസിറ്റ് ഉണ്ടാവും, സലൂണിലും ഉണ്ടാവും, അതേപോലെ തന്നെ അങ്ങനത്തെ പല ലോണ്ട്രി. അപ്പോൾ ഇവിടെയൊക്കെ പോയിട്ട് ഞങ്ങൾ അവിടുത്തെ എക്സ്പീരിയൻസ് ഷൂട്ട് ചെയ്യും, അതിനെങ്ങനെയുണ്ട് അതിന്റെ ഫുഡ് ആംബിയൻസ് ഒക്കെ. അപ്പോൾ ഞങ്ങൾക്ക് പോകുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമുക്ക് നല്ല ഫുഡൊക്കെ തരും. അതായത് നല്ല ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ വീഡിയോ എടുക്കാനല്ല പറയുന്നത്, വീഡിയോ എടുത്ത ശേഷം ഞങ്ങൾക്ക് ഫുഡ്. അപ്പോൾ ഞങ്ങൾക്ക് എനിക്കൊരു 6 months ഒക്കെ നമുക്ക് എന്നും ഫുഡായിരുന്നു, ഭയങ്കര അടിപൊളി. അതും ഫുഡ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് കൺട്രികൾ. അപ്പം എന്താ പറയാ, ഇറ്റാലിയൻ ഡിഷസ് അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ പല കൺട്രിയിലെയും ഡിഷസ് നമുക്ക് ട്രൈ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ആക്ച്വലി ആ സൈക്കിൾ ഉണ്ടായിരുന്നത്.
പിന്നെ കമ്പനി ഞങ്ങൾക്ക് പിന്നെ അവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു ദുബായിൽ? ഞാനൊരു 3.5 years ഉണ്ടായിരുന്നു. അത് ഇനീഷ്യലി പറഞ്ഞല്ലോ, ഇനീഷ്യലി തേർഡ് എംപ്ലോയി ആണ് ഞാൻ. അതിനുശേഷം ഏകദേശം 40 to 50 എംപ്ലോയീസിനെ കമ്പനി ഹയർ ചെയ്തു. ഒരു ചെറിയ ചെറുതല്ല ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വന്ന് കമ്പനി നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്ത് ഡിഫറെന്റ് കൺട്രിയിലുള്ള ആൾക്കാരെ ഉണ്ടായിരുന്നു നമ്മുടെ ടീമിൽ പിന്നീട്. അപ്പൊ എനിക്ക് ആ ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എ ഫാമിലി. അപ്പം പിന്നെ നമ്മൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇംഗ്ലീഷിലാണെങ്കിലും. ഈവൻ ദോ നമ്മൾ മലയാളമൊക്കെ പഠിപ്പിച്ചു കൊടുക്കും, അവരുടെ ആക്സെന്റ് എനിക്ക് പെട്ടെന്ന് എനിക്ക് ചില യൂറോപ്യൻ ഇംഗ്ലീഷ് നമുക്ക് കേട്ട മനസ്സിലാവില്ല. പക്ഷെ ഇവരെ കൂടെ കുറെ കാലം നിന്നപ്പോൾ എനിക്കത് ഭയങ്കര ഈസി ആയിട്ട് മനസ്സിലാകാൻ തുടങ്ങി. പിന്നെ ആ സ്റ്റാർട്ടപ്പ് ഞാൻ പറഞ്ഞു, സ്റ്റാർട്ടപ്പ് കൾച്ചർ ഭയങ്കര അടിപൊളിയായിരുന്നു. അത് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നത്, കസ്റ്റമേഴ്സിന് ഫീഡ്ബാക്ക് എടുക്കുന്നത്, ലൈക്ക് ആ സാധനത്തിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്ന സമയത്താണ് പിന്നെ നാട്ടിലേക്ക് വരേണ്ടി വന്ന്. അപ്പം പിന്നെ ഞാൻ തിരിച്ച് പോകണോ വേണ്ടെന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഞാൻ നിൽക്കായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ മൈൻഡിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യണം, സംതിങ് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാന്നുള്ള. അത് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ എന്റെ ബോസ് തന്നെയാണ് എന്നോട് പറഞ്ഞത്. അതായത് ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ ബോസിനെ കണ്ടിട്ടാണ് ഞാൻ ഇൻസ്പയർഡ് ആയത് ആക്ച്വലി. പുള്ളി ഹി വാസ് നൈസ്, നല്ല അടിപൊളി എനർജറ്റിക്കൽ ഒരു മനുഷ്യനാണ്. പുള്ളി എപ്പോഴും ഇൻസ്പയർ ചെയ്യും നമ്മളെ, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ആവണം, നിങ്ങൾ ഇപ്പോൾ യങ് ജനറേഷൻ ഇങ്ങനെ പോയപ്പോൾ എങ്ങനെ ആക്കണം എന്നൊക്കെ പറയും. അപ്പോൾ അന്ന് പുള്ളി പറയുന്നതായിരുന്നു, നിങ്ങൾക്കിപ്പം ഒരു സാലറിഡ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു മേ ബി ഒരു 1 lakh ആണ് നിങ്ങൾക്ക് സാലറി വിചാരിക്കുക. നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ടാവും 12 LP ആയിരിക്കാം. നിങ്ങളൊരു 10 വർഷം വർക്ക് ചെയ്യുന്ന സമയത്ത് മേ ബി ഒരു 1.25 CR ഉണ്ടാവും. അതൊരു മേ ബി നമ്മളൊരു ലൈഫ് ടൈമിൽ ഒരു 25-30 years വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഈ ലൈഫ് ടൈമിൽ ഉണ്ടാക്കാൻ പോകുന്ന എമൗണ്ട് മേ ബി less than 10 CR അല്ലെങ്കിൽ less than 50 CR ആയിരിക്കാം. നിങ്ങൾക്ക് ആ എമൗണ്ട് മതി നിങ്ങൾക്ക് ലൈഫ് സെറ്റിൽ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സോഷ്യൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ ആ എമൗണ്ട് മതിയെങ്കിൽ നിങ്ങൾക്ക് ജോലി എടുത്തിട്ട് തന്നെ പോയാൽ മതി, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ പോയാൽ മതി. പക്ഷെ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, അല്ലെങ്കിൽ പിന്നെ ഒരു ഇമ്പാക്ട്, സോഷ്യൽ ഇമ്പാക്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതൊരു സാധനം ഉണ്ടാക്കണം എന്ന് ആണ് ഫീൽ എങ്കിൽ യു ഹാവ് ടു എൻ്റർ ഇൻ ടു ദ ഓൺടർപ്രണർഷിപ്പ്. ശരിക്കും സ്റ്റാർട്ടപ്പിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് തിങ്ക് ചെയ്യേണ്ടത് ആ ഒരു വാല്യൂ ക്രിയേഷനെ കുറിച്ചുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. ജസ്റ്റ് നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു സംഭവം തുടങ്ങുക എന്നുള്ള രീതിയിലായിരിക്കരുത് അല്ലെ. എന്താണ് കോൺട്രിബ്യൂട്ട് ടു സൊസൈറ്റി എന്നുള്ള ഒരു എലമെന്റിൽ നിന്നിട്ട് വേണം ശരിക്കും നമ്മൾ പ്രോഫിറ്റബിലിറ്റിനെ കുറിച്ച് തിങ്ക് ചെയ്യാൻ. തീർച്ചയായിട്ടും അത് ഈ ഞാൻ പറയുകയാണെങ്കിൽ ക്യാഷ് ആക്ച്വലി അതിൻ്റെ ഒരു ബാക്കിൽ വരുന്ന സാധനമാണ്. നമുക്ക് ഫ്രണ്ടിൽ വെക്കുന്ന സാധനം ഇമ്പാക്റ്റ് ആണ്, സോഷ്യൽ ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് ചേഞ്ച് നമ്മൾ വരുത്താൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അങ്ങനെ ഞാൻ പിന്നെ അപ്പം നാട്ടിലേക്ക് വന്ന സമയത്ത് പറഞ്ഞ പോലെ എന്ത് ബിൽഡ് ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ നമുക്ക് ആകെ അറിയുന്നത് കോഡ് ചെയ്യാൻ അറിയാം. അപ്പം ഞാനും എൻ്റെ ഒരു പാർട്ണറും കൂടെ നമ്മൾ പിന്നെ ഈ പറഞ്ഞ പോലെ വെബ് അപ്ലിക്കേഷൻസ്, വെബ്സൈറ്റ്, മൊബൈൽ ആപ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്ന ഒരു സർവീസ് കമ്പനിയായിട്ട് നമ്മളൊരു പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത്. അത് കോഴിക്കോടാണ് സ്റ്റാർട്ട് ചെയ്തത്. കോഴിക്കോടാണ്, മുക്കത്താണ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഒരു ചെറിയൊരു ഷട്ടർ റൂം, ഒരു സിംഗിൾ ഷട്ടർ റൂം എടുത്തിട്ട് ഞങ്ങൾ അവിടെ നമ്മൾ ഓൺ ഫണ്ടൊക്കെ വെച്ചിട്ട് ചെറിയൊരു 2 ടാബ്ലും ഒക്കെ വെച്ചിട്ട് ഒരു 4 ജൂനിയർ ഡെവലപ്പേഴ്സിനെ വെച്ചിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ അന്നത്തെ കുറച്ച് കണക്ഷൻസ് ഒക്കെ വെച്ചിട്ട് ദുബായിലുള്ള കുറച്ച് ക്ലയൻസ് വന്നു. പിന്നെ അതേപോലെ നാട്ടിലുള്ള കുറച്ച് ഫ്രണ്ട്സ്, ഇവർക്കാണ് ഇനീഷ്യൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ വർക്കുകളൊക്കെ ചെയ്തു. അത് മേ ബി ഫിനാൻഷ്യലി നമുക്ക് പ്രോഫിറ്റബിൾ ഒന്നല്ലായിരുന്നു, പക്ഷെ ആ കോൺഫിഡൻസ് എനിക്ക് കിട്ടി. അതായത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് വരും, നമ്മുടെ പ്രൊഡക്റ്റിൽ വാല്യൂ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ പക്ഷെ എനിക്കത് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഫസ്റ്റ് ഡെലിവറി ചെയ്ത പ്രൊജക്ട് 1 വർഷം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളെ ഞാൻ പിന്നെ തപ്പിപ്പോണം. കണ്ടിന്യൂസ് മാർക്കറ്റിംഗ് ആവശ്യമുണ്ട് ഇൻഡസ്ട്രിയിലാവുമ്പോൾ. യെസ് നമുക്ക് അത്, പക്ഷെ നമുക്കത് വെച്ചാൽ ഫിനാൻഷ്യലി നമ്മൾ ഭയങ്കര സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് അഡീഷണൽ ഹയറിംഗും നമുക്ക് പോസിബിൾ അല്ലായിരുന്നു. അപ്പോൾ ഞാനൊരു 1 year അങ്ങനെ റൺ ചെയ്ത്. ആ സമയത്തേക്ക് എൻ്റെ മൈൻഡിൽ പ്രൊഡക്റ്റ് എന്നുള്ള സാധനം എൻ്റെ മൈൻഡിൽ കുറേ ഇങ്ങനെ നിൽക്കുന്നത്. കാരണം ഞാൻ പിന്നെ ബിബസിൽ ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സാധനം എൻ്റെ മൈൻഡിൽ അപ്പം തന്നെ ഉണ്ട്. അങ്ങനെ ഞാൻ എഗെയിൻ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ പിന്നെ ദുബായിലേക്കുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ട്രൈ ചെയ്തു. പക്ഷെ എനിക്കങ്ങനെ നടന്നില്ല. അത് പിന്നെ പല ഫാക്ടേഴ്സായിട്ട് എനിക്കത് നീണ്ടുപോയി. അങ്ങനെയാണ് ഞാൻ 2020 കോവിഡിൻ്റെ ഒക്കെ ടൈമിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നത്, പിന്നെ ആഫി. അപ്പം ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ കോമൺ സാധനങ്ങളൊക്കെ ഈ സാധനമാണ്, പ്രൊഡക്റ്റ് എന്ന കാര്യങ്ങൾ. പുള്ളി പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു 1-2 പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് MVP ബിൽഡ് ചെയ്ത് അത് പിന്നെ ട്രാഷ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ടൈമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് പിന്നെ ഒരു പ്രൊഡക്റ്റ് ബിൽഡ്, അതാണ് റിവ്യൂ ബിറ്റ്. അതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്. അതെന്തായിരുന്നു റിവ്യൂ ബിറ്റ്? എന്തായിരുന്നു അത്? ബേസിക്കലി എന്താ വെച്ചാൽ അന്ന് വാട്സപ്പിന്റെ APIs ജസ്റ്റ് ഓപ്പൺ ആയ ടൈമാണ്. വാട്സപ്പിന്റെ API വെച്ചിട്ട് മെസ്സേജ് അയക്കാനുള്ള ഒരു സമയം അന്ന് ടിലിയോ അതേപോലെ അങ്ങനത്തെ 1-2 കമ്പനീസ് മാത്രം പ്രൊവൈഡ് ചെയ്യും. വാട്സപ്പ് API ശരിക്കും ഫേസ്ബുക്ക് ഏറ്റെടുത്തതിന് ശേഷം അല്ലേ വന്നിട്ടുള്ളത്? മുന്നില്ല. അത് 2019 സമയത്തൊക്കെയാണ് വാട്സപ്പിന്റെ APIs. അതിന് മുന്നേ ഫേസ്ബുക്കിന് മെസ്സഞ്ചർ എന്ന APIs ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് കസ്റ്റമേഴ്സിന്റെ റിവ്യൂ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത്. അതായത് ഷോപ്പിഫൈയിൽ ഇ-കൊമേഴ്സിൽ പ്രൊഡക്റ്റിന്റെ റിവ്യൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏത് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴും റിവ്യൂ നോക്കും. അപ്പോൾ ഈ റിവ്യൂ മാക്സിമം ഉള്ള പ്രൊഡക്റ്റിന് സെയിൽസ് കൂടുകയും ചെയ്യും, കൂടുതലാവും. അപ്പോൾ എല്ലാ പിന്നെ ഓണ്ടർപ്രണേഴ്സും എല്ലാ പിന്നെ സ്റ്റോർ ഓണേഴ്സും എക്സ്പെക്ട് ചെയ്യുന്നതും റിവ്യൂ കൂടുതൽ വേണം. റിവ്യൂ തന്നെ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ പ്ലസ് ഫോട്ടോ റിവ്യൂ, വീഡിയോ റിവ്യൂ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ആൾക്കാർക്ക്
വാങ്ങിക്കാൻ പർച്ചേസിങ് കൂടുതലുണ്ട് കൂടും. അത് എല്ലാ പ്രൊഡക്റ്റും എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇപ്പം കോസ്മെറ്റിക്സ്, സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ, പിന്നെ അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്റ്റുകൾ, ഇതൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്ക് പിന്നെ എന്താ പറയാ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത സാധനങ്ങൾ അതൊക്കെ. അപ്പോൾ ഫീഡ്ബാക്ക് മാക്സിമം നോക്കിയിട്ടായിരിക്കും ആൾക്കാർ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഓട്ടോമേറ്റ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റോറിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കസ്റ്റമർക്ക് ഒരു റിവ്യൂ റിക്വസ്റ്റ് മെസ്സേജ് പോകും. അപ്പോൾ ഒരു ചാറ്റ് ബോട്ട് പോലെ വർക്ക് ചെയ്യും. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നപ്പോൾ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഓർ നോ, അല്ല 1 to 5 റേറ്റിംഗ് കൊടുക്കാം. 5, 4, 3, 2, 1 അങ്ങനെ 5 ആണ് കൊടുത്തെങ്കിൽ അടുത്ത മെസ്സേജ് ചോദിക്കും വുഡ് യു മൈൻഡ് ടു ഷെയർ എ ഫോട്ടോ റിവ്യൂ അല്ലെങ്കിൽ വീഡിയോ റിവ്യൂ. അപ്പോൾ ഇതിങ്ങനെ അത് ചോദിക്കുന്നത് മാത്രമല്ല ഇത് ഫോളോ അപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് ഒരു 100 ആൾക്കാർക്ക് അയച്ചു കഴിഞ്ഞാൽ ഒരു 10-30 ആൾക്കാർ എന്തായാലും റിവ്യൂ ഫോട്ടോ റിവ്യൂ റേറ്റിംഗ് തരും, ഒരു 10 ആൾക്കാർ എന്തായാലും ഫോട്ടോ റിവ്യൂ തരും. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ചെയ്ത സമയത്ത് ഒരു സ്റ്റോറിന്റെ ട്രാഫിക്കാണ് കൂടി, അതായത് ഈ റിവ്യൂ കൂടുതലായി, സെയിൽസ് കൂടി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇനീഷ്യലി ഇത് MVP ബിൽഡ് ചെയ്ത് റിലീസ് ചെയ്ത് സ്റ്റോറിൽ ലൈവ് ആക്കിയ സമയത്ത് ഓർഗാനിക്കലി തന്നെ ഞങ്ങൾക്ക് ഒരു 100-400 സ്റ്റോറുകൾ കൊണ്ടൊരു 14 days കൊണ്ട് തന്നെ 2 ആഴ്ച കൊണ്ട് തന്നെ ഷോപ്പിഫൈന്ന് വന്ന്. കാരണം ആ നമ്മൾ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ വെച്ചാൽ എന്റെ കോഫൗണ്ടർ കുറച്ചുകൂടെ ഒബ്സസ്ഡ് ആണ്. ഈ സെർച്ച് വോളിയം ഉള്ള കീവേഡിനെ ഫൈൻഡ് ഔട്ട് ചെയ്യും. അതായത് കസ്റ്റമർ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ള കീവേഡുകൾ വെച്ചിട്ടാണ് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നതെന്നാണ് പൊതുവെ പറയാനുള്ളത്. അതായത് അപ്പൊ അത് നമുക്ക് റിസർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ആൾക്കാർ സെർച്ച് ചെയ്യേണ്ടാവുക റിവ്യൂസ്, അല്ലെങ്കിൽ ഷോപ്പിഫൈ റിവ്യൂസ്, വാട്സ്ആപ്പ് റിവ്യൂസ് എന്നൊക്കെ സെർച്ച് ചെയ്യും. അപ്പൊ അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ട് അതിന്റെ പ്രൊഡക്റ്റ് നെയിം ആക്കുക, അതിൽ അതിന്റെ ലോങ് ടെയിൽ കീവേഡ് ഒക്കെ SEO സൈഡിലുള്ള കുറച്ച് സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് വരും, ട്രാഫിക് വരും. അപ്പൊ അത് ഞങ്ങൾ റിയലൈസ് ചെയ്ത സമയത്ത് തന്നെ അത് ചെയ്ത് ഞങ്ങൾക്ക് അത് കാണാൻ പറ്റി, കസ്റ്റമേഴ്സ് വരുന്നത്. അതെ. ഇത് പ്രൊഡക്റ്റ് ഞങ്ങൾ എപ്പോഴാണ് ഇത് എന്താ പറയാ ഓക്കെ ഇത് പ്രൊഡക്റ്റ് ആയിട്ടുണ്ടെന്ന് മനസ്സിലായെന്ന് വെച്ചാൽ ഫസ്റ്റ് റിലീസ് ചെയ്ത സമയത്ത് തന്നെ പ്രൊഡക്റ്റ് ഡൗൺ ആയി. അതായത് ഇത്ര ആൾക്കാർ വന്നു, ഇത്ര ആൾക്കാരുടെ ഓർഡേഴ്സ്, ഒരാളുടെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ഓർഡേഴ്സ് ഇമ്പോർട്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. പാസ്റ്റ് ഓർഡേഴ്സ് ഈ ബ്രാൻഡിന്റെ ഒരു കഴിഞ്ഞ 3 മാസത്തെ ഓർഡർ ഒക്കെ പറഞ്ഞാൽ അത് ഹ്യൂജ് വോളിയം ഉണ്ടാവും. ഈ ഓർഡർ ഡാറ്റ ഒരുപാട് ഉണ്ടാവും. ഇത് വന്നപ്പോൾ സമയത്ത് ഡാറ്റാബേസ് ക്രാഷ് ആയി. കാരണം നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പിന്നെ ഇതിലാണ് റൺ ചെയ്യുന്നത്. അതായത് വെർച്വൽ മെഷീൻ ചെറുതാണ്, ഡാറ്റാബേസ് നമുക്ക് ചെറിയ കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ കുറെ ആൾക്കാർ ഒരുമിച്ച് നോക്കിയത് ഡൗൺ ആയി. അത് ഞങ്ങളൊക്കെ പാനിക്കായി. പ്രൊഡക്റ്റ് ഉണ്ട്, കസ്റ്റമർ കൊടുക്കാൻ പറ്റുന്നില്ല, സെർവർ ഡൗൺ ആയി. അങ്ങനെ ഞങ്ങൾ ഇത് ഇരുന്ന് എനിക്കൊന്ന് 2-3 days അങ്ങനെ എടുത്തിട്ടാണ് ഇത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ലൈവ് ആക്കിയത്. അത്രയും സമയം കസ്റ്റമേഴ്സ് പിന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞു ഇഷ്യൂ ഉണ്ട്, സോർട്ട് ഔട്ട് ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രൊഡക്റ്റ് ഞങ്ങൾ നല്ല രീതിയിൽ റൺ ചെയ്ത് നല്ല കസ്റ്റമേഴ്സ് ഒക്കെ വന്നു. പിന്നെ ഈ യൂസ് കേസിൽ മാത്രമായിട്ടാണല്ലോ ആൾക്കാർ വരിക, റിവ്യൂ ഫോർ ഷോപ്പിഫൈ വെബ്സൈറ്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഞങ്ങൾക്ക് തിങ്ക് ചെയ്ത് എന്തുകൊണ്ട് ഇത് ഷോപ്പിഫൈക്ക് മാത്രമല്ല ബാക്കിയുള്ള ഇൻഡസ്ട്രിക്ക് ഇത് കൊടുത്തുവിടാ എന്നുള്ളൊരു തോട്ടിൽ ഞങ്ങൾ റിസർച്ച് ചെയ്ത് അതാണ് സെക്കൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് ഞങ്ങൾ ബിൽഡ് ചെയ്ത ഫ്ലോഫ്ലെക്സ് വന്നത്. അതിന് ഇൻബിറ്റ്വീൻ ആയിട്ട് വേറെ പ്രൊഡക്റ്റ് ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതായത് AI ChatGPTയുടെ APIs റിലീസ് ചെയ്ത് ആ മന്ത് തന്നെ ഞങ്ങൾ പിന്നെ ഒരു റിസോർട്ട് എടുത്തിട്ട് ഞങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുമ്പോൾ ഞാനും നാഫിയും പിന്നെ ഞങ്ങൾ വേറെ 2 ഫ്രണ്ട്സും എന്നിട്ട് അവിടെ പോയിരുന്നിട്ട് ഓക്കെ ഇത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാസീവായിട്ട് ഇത് എങ്ങനെ ഇത് നമുക്ക് കസ്റ്റമേഴ്സ് എത്തിക്കാൻ പറ്റും എന്നുള്ള ലെവലിൽ തിങ്ക് ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ AI ഓർ ChatGPT APIs വന്ന് ഇപ്പൊ ഈ റിവ്യൂസിനെ അനലൈസ് ചെയ്യുന്ന ഒരു ടൂൾ ബിൽഡ് ചെയ്യാൻ നോക്കിയത്. അതായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ട്, എൻ്റെ ഒരു വാച്ച് ഉണ്ട്, ആ സെയിം വാച്ചിന് വേറെയും കമ്പനീസ് പിന്നെ ആമസോണും ഫ്ലിപ്കാർട്ടും സെല്ലിന് വിചാരിക്കാം. അപ്പോൾ ഈ ആൾക്കാർക്ക് നമ്മൾ ഇതിന്റെ ഇൻസൈറ്റ് കൊടുക്കുകയാണ്. എന്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിന്റെ കോമ്പറ്റീറ്റർ എന്തുകൊണ്ട് ഹൈ ആയിട്ട് സെല് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ പ്രൊഡക്റ്റ് എന്തുകൊണ്ട് സെയിൽസ് കുറവാണെന്നുള്ളത് ഇവരുടെ റിവ്യൂ സ്ക്രേപ്പ് ചെയ്യും. ആമസോണിൽ നിന്ന് സ്ക്രേപ്പ് ചെയ്യും, ഫ്ലിപ്കാർട്ടിൽ സ്ക്രേപ്പ് ചെയ്യും. പിന്നെ സിമിലർ ആയിട്ട് നമ്മുടെ വെബ്സൈറ്റ്, നമ്മൾ ഓൺ ഷോപ്പിഫൈ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിനെ കമ്പയർ ചെയ്തിട്ട് ഇൻസൈറ്റ്സ് ബിൽഡ് ചെയ്യും. ഓക്കെ നിങ്ങളുടെ പാക്കിംഗ് മോശമാണ്, അതായത് കസ്റ്റമേഴ്സ് എന്താണ് പറയുന്നത്, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്ത് ഫീഡ്ബാക്ക് ആണ് പറയുന്നത്, അത് വെച്ചിങ്ങോട്ട് പറഞ്ഞെടുക്കും. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് റിവ്യൂ കോമ്പറ്റീറ്റർ സൈറ്റ് കയറി നോക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. റിവ്യൂ ഉണ്ടാക്കുക. അതെ. അപ്പോൾ പിന്നെ ഇതില് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് സെയിം പ്രൊഡക്റ്റ് പാക്കേജിങ് ഡിഫറെന്റ്. ഇപ്പൊ പാക്കേജ് മോശമാണെന്നുള്ളത് അതുകൊണ്ട് ആൾക്കാർ വാങ്ങിക്കും. അതെ. പിന്നെ അതേപോലെ തന്നെ കസ്റ്റമർ സപ്പോർട്ട്, അതായത് വാറണ്ടിക്ക് ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ എടുക്കുന്നില്ല എന്നുള്ള ഇഷ്യൂസ് ഒക്കെ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ അപ്പൊ എന്താ വെച്ചാൽ ചെറിയ മാറ്റർ ആണ്, അത് മാറ്റി കഴിഞ്ഞാൽ തന്നെ സെയിൽസ് കൂടുന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ ഇൻസൈറ്റ്സ് ഞങ്ങൾക്ക് ഇത് ഭയങ്കര വാല്യൂ എടുത്തുന്നത്. പക്ഷേ ഈ ഒരു സാധനം നമുക്ക് ബിൽഡ് ചെയ്യാനും റണ്ണിങ് കോസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് അന്ന് APIന്റെ കോസ്റ്റ് ഒക്കെ ഭയങ്കരമാണ്. ഞങ്ങൾക്കൊരു പ്രൊഡക്റ്റ് സ്ക്രേപ്പ് ചെയ്ത് അനലൈസ് ചെയ്യാൻ ഏകദേശം ഒരു 200 to 300 rupees ഒന്നുണ്ടായിരുന്നു ഒരു സാധനം ഒരു പ്രോസസ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് സ്കെയിൽ ചെയ്യാൻ നോക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് പിച്ച് ചെയ്തപ്പോൾ അവർക്ക് അത്ര ഫിനാൻഷ്യലി വയബിൾ അല്ല എന്നുള്ള രീതി വന്നു. പിന്നെ അതേപോലെ ഞങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആക്ച്വലി കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നില്ല. ഇത് ശരിക്കും വേണ്ടിയിട്ടുണ്ടാവുക മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർക്കേക്ക്. ഇപ്പം സാംസങ് പോലത്തെ LG പോലത്തെ കമ്പനിക്കൊക്കെ ബേസിക്കലി ഇത് ഭയങ്കര ഫിറ്റ് ആകുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് പ്രൊഡക്റ്റ് ഭയങ്കരമായിട്ട് സ്കെയിൽ കൊണ്ടുപോകാൻ കഴിയില്ല, ഞങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്ത്. എഗെയിൻ ഞങ്ങൾ അത് റിവ്യൂ ബിറ്റാണ് ഉണ്ട്, അതിൻ്റെ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുവന്ന തോട്ട് വന്ന് അങ്ങനെ ഫ്ലോഫ്ലെക്സ് ബിൽഡ് ചെയ്തത്. അപ്പം നമ്മുടെ ഒരു തോട്ടം എന്ന് വെച്ചാൽ
ഈ വർക്ക് ഫ്ലോസ് ബിൽഡ് ചെയ്യുക, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്ക് ഫ്ലോസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ തോട്ട് ഉണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിവ്യൂ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചാറ്റ് ബോർഡ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു റിവ്യൂ റിക്വസ്റ്റ് അയക്കും, അയാൾ അയക്കുന്ന മെസ്സേജിന് റിപ്ലൈ കൊടുക്കും, അടുത്ത. അപ്പോൾ ഇത് ഫിക്സഡ് വർക്ക് ഫ്ലോ ആണ്. അപ്പോൾ ഇതിന് പകരം മർച്ചന്റ് വരുന്നത് എന്ത് യൂസ് കേസ് ആയിക്കോട്ടെ അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് പിന്നീട് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഫ്ലോ ഫ്ലെക്സ് ബിൽഡ്. അപ്പോൾ നമുക്കൊരു വർക്ക് ഫ്ലോ ബിൽഡ് ചെയ്ത് ബിൽഡർ ക്രിയേറ്റ് ചെയ്ത് അതിന് ടോപ്പിൽ നമ്മൾ കുറേ സാധനങ്ങൾ ആഡ് ചെയ്ത്, അത് ബ്രോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ പിന്നെ മൾട്ടിപ്പിൾ നമ്പർ ആഡ് ചെയ്യുന്നത്, അതേപോലെ തന്നെ കോൺവെർസേഷൻസ്, നമ്മൾ വാട്സ്ആപ്പ് വെബിലൊക്കെ ചാറ്റ് ചെയ്യുന്ന പോലത്തെ ചാറ്റുള്ള സെക്ഷൻസ്, പിന്നെ CDP, അതായത് കസ്റ്റമേഴ്സ് ഡാറ്റ പ്രൊഫൈൽസ്, അതായത് പിന്നെ എല്ലാ കസ്റ്റമേഴ്സും നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യാം, സെഗ്മെന്റ് ചെയ്യാം, ലിസ്റ്റ്. മെയിൻലി ഏതൊരു ഇൻഡസ്ട്രിക്കാണ് ഇപ്പൊ നിങ്ങൾക്ക് ഫ്ലോ ഫ്ലെക്സിന് കറക്റ്റ് ഒരു കാറ്റഗറി പറയുകയാണെങ്കിൽ? ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് ഏത് ഇൻഡസ്ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റും ബേസിക്കലി. പക്ഷെ ഞങ്ങളിപ്പം കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഞങ്ങൾ ICP ആയിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത് ഒന്ന് ഇ-കൊമേഴ്സ് ആണ്. ബേസിക്കലി ഇ-കൊമേഴ്സിന് ഓഫ് കോഴ്സ് ഇ-കൊമേഴ്സിന് പറ്റും. കാരണം അവർക്ക് ഇത് നേരത്തെ പറഞ്ഞ പോലെ റിവ്യൂ കളക്ഷൻ പറ്റും, അബാൻഡൻ റീടാർഗറ്റിംഗ്, അല്ലെങ്കിൽ പല യൂസ് കേസുകളുണ്ട്. യൂസ് കേസിനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഫ്ലോ ഫ്ലെക്സിൽ പറയുന്നത്. എന്ത് ബിസിനസ് യൂസ് കേസ് ഉണ്ടോ ഇൻ ടേംസ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് നിങ്ങൾക്ക് ഇതിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇനീഷ്യൽ കസ്റ്റമേഴ്സ് ഒക്കെ ഇപ്പം ഞാൻ ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും ഞാൻ ഗ്രാജുവലി ഫ്ലോ ഫ്ലെക്സ് ബിൽഡ് ചെയ്തൊരു ഹാഫ് ആയ സമയത്ത് ഞാൻ അതിന് ബാക്ക് ചെയ്തിട്ട് ഞാൻ സെയിൽസിലേക്ക് മാറി, സെയിൽസ് മാർക്കറ്റിംഗിലേക്ക് മാറി. അതായത് എനിക്ക് കുറച്ചൊരു ആ ഒരു സാധനം എക്സ്പീരിയൻസ് എന്ന് തോന്നി. അങ്ങനെ ഞാൻ അതിലേക്ക് മാറി. അങ്ങനെ ഫൗണ്ടർ ലെഡ് സെയിൽസ് ആയിട്ട് ഞാൻ കുറേ കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്ത് റിക്വയർമെന്റ്സ് കളക്ട് ചെയ്ത് ഞാൻ പ്രൊഡക്റ്റ് പിച്ച് ചെയ്ത്, ഈവൻ ഞാൻ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുമായിട്ട് സംസാരിക്കുക, എന്താണ് റിക്വയർമെന്റ് എന്ന് ക്യാപ്ചർ ചെയ്യുക, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക, എന്താണ് പ്രോബ്ലം എന്നുള്ളത് കറക്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ. അതെ, ആ പ്രോബ്ലം കറക്റ്റ് ആയിട്ട് എന്ത് സൊല്യൂഷനെ കൊടുക്കുക എന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന സമയത്ത് അതിന് എത്ര ആൾക്കാർ എത്ര എമൗണ്ട് തരും എന്നുള്ള ഒരു കാൽക്കുലേഷൻ വേണം. അതായത് ഒരു കസ്റ്റമറിന് നമുക്കറിയില്ല എത്ര എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും, നമുക്കറിയില്ല ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് എവിടെ ഉണ്ടെന്ന് അറിയില്ല. നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര വേസ്റ്റ് ആയിരിക്കും. അത് ഞാനും അതിലൂടെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. പ്രൊഡക്റ്റ് പലപ്പോഴും എന്താ വെച്ചാൽ നമുക്ക് കോൺഫിഡൻസ് ഉള്ള നോളജ് വെച്ചിട്ട് സ്കില്ല് വെച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കും, അതിൽ നമുക്ക് കോൺഫിഡൻസ് ഉള്ളൂ, നാട്ടുകാർക്ക് അതിൽ കോൺഫിഡൻസ് ഇല്ല. അതെ കസ്റ്റമർ കൺസേൺ ആവശ്യം പോലും നമ്മൾ കുറെ ഡെവലപ്പേഴ്സ് കുറെ ഫാൻസി ഫീച്ചേഴ്സ് ഇങ്ങനെ പുഷ് ചെയ്യും. ആ ഫീച്ചേഴ്സ് അവർക്ക് ആവശ്യമുള്ള സാധനമേ അല്ല. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഞാനൊക്കെ മുന്നേ 2-3 പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ ട്രാഷ് ചെയ്തതാണ്. അപ്പോൾ ലാസ്റ്റ് ഉണ്ടാക്കി ഫ്ലോ ഫ്ലെക്സ് ആണെങ്കിലും ഞാൻ ഇപ്പോൾ റീസെന്റ് ചെയ്ത് നോക്കുന്നത് ഡെൻഡോബീസ് ഒക്കെ ആണെങ്കിലും ഞാൻ ചെയ്തെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു വയർ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് UI ചെയ്യിപ്പിച്ച്, അതായത് ഇങ്ങനെയാണ് അതിന്റെ ഡിസൈൻസ് എങ്ങനെ ഉണ്ടാവുക, പേജസ് എങ്ങനെ ഉണ്ടാവുക, ഇതിന് ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് ഒരു വർക്ക് ഫ്ലോ ഉണ്ടാക്കി. ഇത് വെച്ചിട്ട് ഞാൻ പിച്ച് ചെയ്യും കസ്റ്റമേഴ്സ് എടുത്ത്, ഇങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാവുക, ഇത് നിങ്ങൾക്ക് ഓക്കെ ആണോ, എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം. പോലീസ് പറയും ഓക്കെ ഇത് ഇങ്ങനെ വേണ്ട, ഇത് ഞങ്ങളുടെ വർക്ക് ഫ്ലോ ഇങ്ങനെയാണ്, നമ്മുടെ സ്റ്റാഫ് ഇത്ര എഡ്യൂക്കേറ്റഡ് അല്ല, ഒരു ചെറിയ ബട്ടൺസ് ശരിയാവില്ല, വലിയ ബട്ടൺ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഔട്ട്പുട്ട് പ്രിന്റ് വേണം, നമുക്ക് SMS പോയാൽ മതി, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയും. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്ത് വെച്ചാൽ എടുത്ത് വെച്ചിട്ടാണ് പ്രൊഡക്റ്റ് നമ്മൾ ഡെവലപ്മെന്റ് ടീമിന് കൊടുക്കുന്നത്. അതേപോലെ തന്നെ വേറെ കാര്യം ഞാൻ ട്രൈ ചെയ്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്ലോ ഫ്ലെക്സ് ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഞങ്ങൾ റിവ്യൂ പിറ്റിന്റെ എക്സ്റ്റൻഷൻ പോലെ ഉണ്ടാക്കിയിട്ട് ഒരു MVP ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നു ഒരു 1 month കൊണ്ട് MVP ഉണ്ടാക്കിയിട്ട്, MVP ആണ് മിനിമം വയബിൾ പ്രൊഡക്റ്റ്. ഒരാൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ. അത് ഭയങ്കര ബഗ് ഫ്രീ ഒന്നാണെന്ന് നിർബന്ധമല്ല, ജസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും, ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യുന്ന സൊല്യൂഷനായി കഴിഞ്ഞാൽ മാത്രം മതി. അത് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റ്സ് ആയിരുന്നു നമ്മൾ ഇനീഷ്യൽ കസ്റ്റമേഴ്സ് ആയിട്ടായിരുന്നത്. റെസ്റ്റോറൻറ്റ്സിന് പറഞ്ഞു നിങ്ങൾക്ക് ഗൂഗിൾ റിവ്യൂ കൂട്ടിത്തരാം, അതായത് നിങ്ങൾക്ക് പിന്നെ പെറ്റ് പൂജ പോലത്തെ അല്ലെങ്കിൽ സ്ക്വയർ പോലത്തെ ERP POS സൊല്യൂഷൻസ് അവർ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതിലേക്ക് നമ്മൾ സാധനം പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് നിങ്ങൾ ഒരു കോഫി കുടിച്ചു കഴിഞ്ഞാലും ബേസിക്കലി നിങ്ങൾക്ക് മെസ്സേജ് വരും, ഹൗ വാസ് ഈ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ച് മെസ്സേജ് വരും. അപ്പോൾ ഓക്കെയാണ് യെസ് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗുഡ് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ റിവ്യൂവിന്റെ പ്രൊഫൈലിംഗേക്ക് അയക്കുന്നുണ്ടാവുക ആ മെസ്സേജിൽ. അപ്പോൾ അവർ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റിംഗ് എന്തായാലും കൂടും. അപ്പോൾ ഇത് ഞങ്ങൾ പിച്ച് സമയത്ത് ഞങ്ങൾക്ക് ഒരു 10-30 ആൾക്കാർക്ക് പിച്ച സമയത്ത് ഒരു 10-15 ആൾക്കാർ ഓക്കെ പറഞ്ഞു, യെസ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് അതൊന്നും കൂടി വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു അഡ്വാൻസ് എമൗണ്ട് വേണം, ഒരു 4,500 ലെസ് ദാൻ 5,000 റുപ്പീസ് ഞങ്ങൾ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് വേണം. ഇത് തരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു 3 month കൊണ്ട് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാൻ പറ്റും, ഈ എമൗണ്ട് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഡിഡക്ട് ചെയ്ത് തരുന്നു പറഞ്ഞു. അങ്ങനെ അതും ഏകദേശം ഒരു 10ഓളം ആൾക്കാർ ഈ കോഷൻ ഡെപ്പോസിറ്റ് തന്നതിന് ശേഷമാണ് ഞാൻ ഫ്ലോ ഫ്ലെക്സ് ബിൽഡ് ചെയ്യാൻ പോയത്. ശരിക്കും നമ്മളെ പ്രൊഡക്റ്റിലേക്ക് പോകുന്നത് ശരിക്കും അതിന്റെ പകുതി പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ മാർക്കറ്റിംഗ്, കസ്റ്റമറുടെ നീഡ്സ് എന്താണ്, ഈവൻ അതിന്റെ ഫിനാൻഷ്യൽ ഏരിയ പോലും കവർ ചെയ്തിട്ടാണ് കംപ്ലീറ്റ്ലി നമ്മളൊരു പ്രൊഡക്റ്റ് ബിൽഡിംഗിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാ പ്രൊഡക്റ്റും അതായത് ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ജേണി കൂടി പോകണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലൈക്ക് എന്റെ ലാസ്റ്റത്തെ ഒരു 3-4 പ്രൊഡക്റ്റ് ഞാനത് ട്രാഷ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം. അപ്പൊ അതാണ് ഞാൻ അങ്ങനെ ചെയ്ത്. അങ്ങനെ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് പക്ഷേ ഞങ്ങൾ ചെയ്ത സമയത്ത് ഈ പ്രൊഡക്റ്റ് വലിയ പ്രൊഡക്റ്റായി മാറി. ചെറിയ യൂസ് കേസുകളാണെങ്കിലും
ഞങ്ങളുടെ മൈൻഡ് തന്നെ ഈ ഫീച്ചർ കൂടി വേണം, ഈ ഫീച്ചർ പിന്നെ അഗെയിൻ ആ തോട്ട് തന്നെ ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങളൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പ്രൊഡക്റ്റ് പിന്നെ കസ്റ്റമേഴ്സ് കൊടുത്തു തുടങ്ങി, ലോഞ്ച് ചെയ്ത്. പിന്നെ ലോഞ്ച് ചെയ്ത സമയത്ത് നമുക്ക് നല്ല കസ്റ്റമേഴ്സിന് കിട്ടി. ഇപ്പം നമ്മൾ ഇലാൻസ് അതേപോലെ തന്നെ അങ്ങനത്തെ കുറെ ബ്രാൻഡുകൾ, എഡ്യൂടെക് ബ്രാൻഡുകൾ നമ്മൾ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്ത്. കാരണം അവർക്ക് റിട്ടൻഷൻ മാത്രമല്ല കസ്റ്റമർ അക്വിസിഷനും റിട്ടൻഷനും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മെറ്റ ആഡ്സ് ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ആഡ്സിന് കൺവേർഷൻ കിട്ടാനൊക്കെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് വാട്സാപ്പിൽ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലീഡിനെ നർച്ചർ ചെയ്യാനും ലീഡിനെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ഇങ്ങനത്തെ ഈ മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്. ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ പല സ്ഥാപനങ്ങളിലും ഇപ്പൊ മെറ്റ ആഡ്സും മേ ബി അവർക്കൊരു ഏജൻസി ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ എൻഡ് എന്ന് പറയുന്നത് ഈ ഒരു വാട്സപ്പിലെ എൻക്വയറിയിൽ എത്രത്തോളം ഇവര് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള, അവിടെ ഒന്നുകിൽ വ്യക്തി വേണം, അതല്ലെങ്കിൽ അത് ഓട്ടോമേറ്റ് ചെയ്യണം. ഈ രണ്ട് പ്രോസസ്സിൽ ഏതെങ്കിലും ഒന്നും നടന്നിട്ടില്ലെങ്കിൽ അത് വേസ്റ്റ് ആണ്, ആ ക്യാഷ് വേസ്റ്റ് ആണ് ശരിക്കും. അതെ അതെ അതെ. അപ്പൊ അവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? അപ്പൊ ശരിക്കും അതൊരു പെയിൻ പോയിന്റ് ആണ് ശരിക്കും. ഇപ്പൊ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു പെയിൻ പോയിന്റ്. അപ്പോൾ മെറ്റ ആഡ്സ് റൺ ചെയ്യുന്നുണ്ടാവും, ഏജൻസി ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടാവും. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഇതിന്റെ കൺവേർഷൻസ് നടക്കുന്നുണ്ടല്ലോ. കൺവേർഷൻസ് സത്യത്തിൽ സെയിൽസിന്റെ പ്രോബ്ലം അല്ല, ഇത് അറ്റൻഡ് ചെയ്യാത്ത പ്രശ്നമായിരിക്കും നല്ലൊരു പെർസെന്റേജ് ഉണ്ടാവും. അവിടെ എങ്ങനെയാണ് ഫ്ലോഫ്ലെക്സ് വർക്ക് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോർമൽ സെനാരിയോയിൽ കസ്റ്റമേഴ്സ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു മിനി സ്റ്റോറോ അല്ലെങ്കിൽ ചെറിയ ഇ കൊമേഴ്സ് സ്റ്റോറോ അല്ലെങ്കിൽ ചെറിയ ബിസിനസ്, ചെറുതല്ല ഏത് ബിസിനസ് ആൾക്കാരും കറന്റ് ചെയ്യുന്നത് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ഒന്നെങ്കിൽ അതായത് വാട്സപ്പിൽ ഇൻഫർമേഷൻസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ഒരു 1000 ആൾക്കാർക്ക് അയച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്ന ലീഡിനെ നോക്കിയിട്ട് തിരിച്ചു വിളിക്കും. അത് മേ ബി അതേപോലെ തന്നെ ആഡ്സ് ചെയ്യും. ഈ ബ്രോഡ്കാസ്റ്റ് ഇപ്പോൾ കറന്റ് വാട്സപ്പ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് ബിസിനസ് വാട്സപ്പിനകത്ത് പേഴ്സണൽ വാട്സപ്പിനകത്തും നമുക്ക് ഒരു ലിമിറ്റ് കഴിഞ്ഞ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നമ്പർ ബാൻ ചെയ്യും. അത് റീസെന്റ് വന്നൊരു അപ്ഡേറ്റ്, റീസെന്റ് അല്ല, ഒരു വർഷത്തോളമായി വാട്സപ്പ് പറയുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ സ്ട്രിക്ട്ലി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറെ കസ്റ്റമേഴ്സ് നമുക്ക് നമ്പർ ബാൻ ആയി, ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് അപ്പോൾ അത് പുതിയ നമ്പർ എടുക്കാനുള്ള വേറെ രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ആഡ്സ് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് നല്ല ക്രിയേറ്റീവ് ഉണ്ടാക്കും. അത് മൾട്ടിപ്പിൾ കസ്റ്റമർ പേഴ്സണയിലേക്ക് അത് പുഷ് ചെയ്യും, ആഡ്സ് റൺ ചെയ്യും. കസ്റ്റമേഴ്സ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ വാട്സപ്പിലേക്ക് ഐ വുഡ് ലൈക്ക് ടു നോ മോർ അബൌട്ട് എന്നുള്ള രീതിയിൽ ഒരു റിപ്ലൈ വരും. ഇത് ഒരു 1000 ആൾക്കാർ റിപ്ലൈ തന്നു വിചാരിക്കാം, ഒരു നമ്പറിലേക്കാണല്ലോ റിപ്ലൈ വരിക. ഇത് ഇന്നലെ രാത്രി രണ്ട് ചെയ്ത് ഇന്ന് രാവിലേക്കാകുമ്പോൾ ഒരു 1000 ആയെന്ന് വിചാരിക്കാം. ഈ റിപ്ലൈ പോകുന്നത് രാവിലേക്കാം ഒരാളെ ഇരുന്ന് കണ്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ടാവുക. നിങ്ങളുടെ സ്റ്റാഫ് സെയിൽസ് പേഴ്സൺ വന്നിട്ട് ഈ 1000 ആൾക്കാർക്ക് ഓരോന്ന് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അത് മാത്രമല്ല ഒന്നാമത്തെ ആൾ പറഞ്ഞ അയാളോട് എന്താ പറഞ്ഞതെന്നുള്ളത് ലാസ്റ്റ് മറന്നു. എന്ന് ഫോളോ അപ്പ് ചെയ്യണം, എങ്ങനെ റിപ്ലൈ കൊടുക്കണം, അല്ലെങ്കിൽ എങ്ങനെ ക്ലോസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട്. 1000 ആൾക്കാർക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 100-200 ആൾക്കാരില്ലാതെ ഈ സെയിൽസ് പ്രോസസ്സിനെ ക്ലോസ് ചെയ്യാൻ കഴിയില്ല. അവിടെ നമ്മൾ കൊണ്ടുവരുന്ന ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരാൾ ആഡ് ക്ലിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ പിന്നെ ഏത് ക്രിയേറ്റീവ് ആണോ ക്ലിക്ക് ചെയ്ത് വന്നത്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കോഴ്സ്, ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സിനെ കുറിച്ചിട്ടുള്ളൊരു ആഡാണ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, വെബ് ഡിസൈനിങ് ഉണ്ട്, ഒരു പിന്നെ CM എന്നൊരു കോഴ്സ് ഉണ്ട് വിചാരിക്കുക. വെബ് ഡിസൈനിങ് എന്നുള്ള ക്രിയേറ്റീവ് ക്ലിക്ക് ചെയ്ത ആൾക്ക് വെബ് ഡിസൈനിങ്ങിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക. അതായത് പിന്നെ അല്ലെങ്കിൽ പിന്നെ ഒരു പിന്നെ കൊമേഴ്സ് കോഴ്സ് ചോദിച്ച ആൾക്ക് കൊമേഴ്സിനെ കുറിച്ചിട്ടുള്ള റിപ്ലൈ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഏത് ബാച്ചിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൊക്കേഷൻ എന്താണ്, സ്ഥലം എവിടെയാണ്, ഏജ് ഗ്രൂപ്പ് ഏതാണ്, ഏത് കോഴ്സ് കംപ്ലീറ്റ് ആക്കിയത്, വർക്കിംഗ് ആണോ അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആണോ. അപ്പോൾ ഇത് ഒരു ഇന്ററാക്ഷൻ ആണ്. അപ്പോൾ മേ ബി അത് ടൈപ്പ് ചെയ്യണം നിർബന്ധം പോലില്ല, ബട്ടൺസ് വെച്ചിട്ട് നമുക്ക് വാട്സ്ആപ്പിൽ ടാപ്പ് ചെയ്ത് മാത്രം മതി. അപ്പൊ നമുക്ക് അവിടുന്ന് നമുക്ക് ഓരോ യൂസ് കേസ് അനുസരിച്ച്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ബിസിനസ്സിനും ഡിഫറെന്റ് യൂസ് കേസ് ഉണ്ടാവും. ആ യൂസ് കേസ് അനുസരിച്ചിട്ട് നമുക്ക് അതിനെങ്ങനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരാം. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് അറ്റൻഡിങ് കംപ്ലീറ്റ് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഫുൾ ഓട്ടോമേറ്റ്. ഫസ്റ്റ് ജോബ് തീർന്നു, സെക്കൻഡ് ജോബിലേക്ക് പിന്നെ അവിടെ സെയിൽസ് സ്റ്റാഫിന് റോള് വെച്ചാൽ മതി. അതിലൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഈ രണ്ടാമത്തെ സെയിൽസ് സ്റ്റാഫിന് ഭയങ്കര ഈസി ആക്കി കൊടുക്കാൻ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വന്നു, പിന്നെ ലീഡ് ക്യാപ്ചറായി, ഫോളോ അപ്പ് അതിന് മുകളിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഏത് കോഴ്സിലേക്കാണ് എപ്പോഴാണ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, 1000 ആൾക്കാർ വന്നതിന്റെ അകത്ത് നമ്മൾ 100 ആൾക്കാരാണ് കറക്റ്റ് ലീഡ് എന്ന് വിചാരിക്കുക. ഈ 100 തന്നെ ഒരു 50 ആൾക്കാർ ക്വിക്കായിട്ട് ജോയിൻ ചെയ്യാനുള്ളതും 50 ആൾക്കാർ ഒരു നെക്സ്റ്റ് അടുത്ത അക്കാഡമിക് ഇയറിൽ ജോയിൻ ചെയ്യാൻ ആൾക്കാർ വിചാരിക്കാം. അങ്ങനെ ഈ 50 ആൾക്കാർ മാത്രം എടുത്തിട്ട് ഈ കറസ്പോണ്ട് സെയിൽസ് പേഴ്സൺ അസൈൻ ചെയ്താൽ മതി, അവരത് മാത്രം വിളിച്ചാൽ മതിയല്ലോ. അപ്പോൾ അത് വിളിച്ചാൽ മതി മാത്രമല്ല, ഈ വരുന്ന ആൾക്കാരെ ഓട്ടോമാറ്റിക്കലി ഈ സെയിൽസിന്റെ ആൾക്ക് അസൈൻ ചെയ്യും, ഈ ലീഡിന് അസൈൻ ചെയ്യും. അതായത് ഈവൻ ദോ ഇവർ കയറി കാർഡ് CRM നോക്കേണ്ട ആവശ്യമില്ല. ഇയാൾ ലീഡ് നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ട ഒരു ഹോട്ട് ആണെങ്കിൽ അത് സെപ്പറേറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നു മാത്രമല്ല, ഇതിന് നമുക്ക് കറസ്പോണ്ടിങ് ഇവർക്ക് അസൈൻ ചെയ്യാനും പറ്റും. ഇയാളെ വാട്സപ്പിൽ ഇയാളുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടാവും, ഇന്ന ലീഡ് ഉണ്ട്, ഇത് പെട്ടെന്ന് ക്ലോസ് ചെയ്യണം. ഇനി അയാൾക്ക് പറ്റുന്നില്ലെങ്കിൽ അടുത്താക്ക് ഫോർവേഡ് ചെയ്യാം. ഇനി ഇതിന് ഫോളോ അപ്പ് ഉണ്ടാവും വിചാരിക്കുക. അതായത് ഇയാൾ പറയുന്നുണ്ടാവും, എനിക്ക് ഇപ്പൊ ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല, 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ കോഴ്സ് കഴിഞ്ഞ ശേഷം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കാൻ വരാമെന്ന് പറയുകയാണെങ്കിൽ 3 മന്ത് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നമ്മളെ പ്ലാറ്റ്ഫോമിൽ ഷെഡ്യൂൾ ചെയ്തിട്ട് 3 മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇയാൾ ഫോളോ അപ്പ് ചെയ്യും.
അതായത് നമ്മൾ നിങ്ങൾ അന്ന് 3 ദിവസം കഴിഞ്ഞ് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വാട്ട് ഈസ് യുവർ സ്റ്റാറ്റസ് എന്നുണ്ടാവില്ലേ, ഇതൊക്കെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് വൺസ് എല്ലാം മാൻ പവർ കുറച്ചിട്ട് സെയിൽസിൽ ഓട്ടോമേഷൻ പോസിബിൾ ആക്കാം. ഞാൻ പറയുകയാണെങ്കിൽ മാൻ പവർ കുറക്കാന്ന് മാത്രമല്ല, ഇതിന്റെ പ്രൊഡക്ടിവിറ്റി കൂടും, കമ്പനിയുടെ സ്പീഡ് കൂടും. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു എൻക്വയറി വന്നാലും ഇമ്മീഡിയറ്റ് ഒരു ആൻസർ കിട്ടിയിട്ടില്ല, ആ വ്യക്തി പെട്ടെന്ന് പോകും. നമ്മളിപ്പോ ഒരു ഹായ് അയച്ചു, നമുക്ക് റിപ്ലൈ കിട്ടില്ല, നമുക്ക് അടുത്ത ഓപ്ഷൻ അവിടെ 100 എണ്ണല്ലേ, അപ്പൊ അത് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകും, പിന്നെ ആ സെയിൽസ് കിട്ടാൻ പോകുന്നില്ല. എക്സാക്ട്ലി. അപ്പൊ ആ ഒരു പെട്ടെന്ന് ലീഡിനെ ക്ലോസ് ചെയ്യാം. ഇനി അതേപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചിട്ട് അതിന് ഫിൽട്ടർ ചെയ്ത് പെട്ടെന്ന് ആ ഒരു ഫണ്ടിൽ പെട്ടെന്ന് ഫിനിഷ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം. വാട്സപ്പിൽ മെയിൻലി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫീച്ചറാണ് ശരിക്കും ബ്രോഡ്കാസ്റ്റ്. പക്ഷെ നമ്മളെ പേഴ്സണൽ വാട്സപ്പിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ഈ ഒരു പെയ്ഡ് API വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റ് എന്തൊക്കെയാണ്? വാട്സപ്പിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് ഫീച്ചർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം തന്നെ വാട്സപ്പിന്റെ API റിലീസ് ആക്കിയ സമയത്ത് തന്നെ ഈ ഒരു ഇത് ഓൾറെഡി ഒരു പ്ലാൻഡ് ആണ്. ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ളത് ആദ്യം ലിമിറ്റ് ചെയ്തു, പിന്നെ ഇത്ര നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് ആക്കി, അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പം വാട്സപ്പിൻ്റെ അകത്ത് ബ്രോഡ്കാസ്റ്റ് അയക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അപ്പോൾ ഉള്ളത്. അത് വാട്സപ്പ് ബിസിനസ്സിൻ്റെ അകത്ത് നിന്ന് ഒട്ടും നിങ്ങൾക്ക് അയക്കാൻ പറ്റില്ല, അതിന് പകരം API യൂസ് ചെയ്യണം എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് പോസിബിൾ? അപ്പോൾ നേരത്തെ പറഞ്ഞ വാട്സപ്പിൽ 3 ഇതാണുള്ളത്, API ഉണ്ട്, അതേപോലെ വാട്സപ്പ് ബിസിനസ് ഉണ്ട്, അതേപോലെ പേഴ്സണൽ വാട്സപ്പ് ഉണ്ട്. API ത്രൂ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫീഷ്യലായിട്ട് മെറ്റയുടെ API വെച്ചിട്ടാണ് നമ്മൾ അയക്കുന്നത്. അത് ഈവൻ ദോ നിങ്ങളുടെ നമ്പർ കസ്റ്റമർ സേവ്ഡ് അല്ലെങ്കിലും അവർക്കത് റിസീവ് ആവും. മുന്നേ ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ നമ്പർ ഒരു കസ്റ്റമർ സേവ് ആക്കണം, എന്നാൽ മാത്രമേ ബ്രോഡ്കാസ്റ്റ് റിസീവ് ആവുള്ളൂ. പക്ഷേ ഒഫീഷ്യൽ API യൂസ് ചെയ്യുന്ന സമയത്ത് നേരെ അവർ എക്സ്പെൻസ് വരുന്നുണ്ട്. എക്സ്പെൻസ് വൈസ് പറയുകയാണെങ്കിൽ വാട്സപ്പിന്റെ API ഓരോ കോസ്റ്റ് ഉണ്ട്. വാട്സപ്പ് 3 ടൈപ്പ് മെസ്സേജസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് യൂട്ടിലിറ്റി മെസ്സേജസ്, അതായത് ട്രാൻസാക്ഷൻ ഓറിയന്റായിട്ടുള്ള ഇൻവോയ്സ് അയക്കുന്നത്, പേയ്മെന്റ് റെസിപ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂട്ടിലിറ്റി ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന. എക്സാക്ട്ലി. രണ്ടാമതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് എന്ന് പ്രൊമോഷൻസ്, ഇപ്പം വി ഹാവ് 50% ഓഫ് ടുഡേ എന്നൊക്കെ പറഞ്ഞ് അയക്കുന്ന മെസ്സേജസ് മാർക്കറ്റിംഗ് ആണ്. മൂന്നാമത്തെ ടൈപ്പ് പറഞ്ഞാൽ ഓതന്റിക്കേഷൻ OTP ചെയ്യുന്നത് അത്. അപ്പം ട്രാൻസാക്ഷൻ മെസ്സേജിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 12 പൈസയൊക്കെയാണ്, 12-15 പൈസയുടെ ഇടയിലാണ് നോർമൽ കോസ്റ്റ് വരുന്നത് ട്രാൻസാക്ഷൻ മെസ്സേജ് യൂട്ടിലിറ്റിക്ക് വരുന്നത്. മാർക്കറ്റിംഗിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് 80 പൈസ 82 പൈസ അങ്ങനെ ഒരു ഫിഗറിലാണ് ഇത് വരുന്നത്. ഇത് കൺട്രി ടു കൺട്രി ഡിഫറെന്റ് ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് US അയക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ആണ്, US അയക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ആണ്. ലൈക്ക് പ്രൈസിങ് വാട്സപ്പിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള റീജിയനിൽ ഡിഫറെന്റ് പ്രൈസിങ് വരുന്നത്. പിന്നെ സർവീസ് മെസ്സേജസ് എന്നൊരു സംഭവമുണ്ട്. അതായത് ഇത് ടെംപ്ലേറ്റ് ആണ്. അതായത് ഇപ്പം ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണെങ്കിലും നമ്മളൊരു ബിസിനസ് ഇനീഷ്യേറ്റ് മെസ്സേജ് അയക്കുകയാണെങ്കിലും ഒക്കെ ടെംപ്ലേറ്റ് ആണ് ഫസ്റ്റ് അയക്കേണ്ടത്. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വാട്സപ്പ് അപ്രൂവ് ചെയ്തേക്കുന്ന ഒരു മെസ്സേജ് ഫോർമാറ്റ്, അതാണ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ മെസ്സേജ് അയക്കുന്നതിന് മുന്നേ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ആക്കിയിട്ട് ഫേസ്ബുക്കിന് സൈഡിൽ നിന്ന് അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ അത് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്ക് പാരാമീറ്റേഴ്സ് ആഡ് ചെയ്യാം, ബട്ടൺസ് ആഡ് ചെയ്യാം, പിന്നെ ഇമേജ്, PDF, വോയിസ്, ഇതൊക്കെ ആഡ് ചെയ്യാം. അതായത് ആ ടെംപ്ലേറ്റിനകത്ത്. ഓക്കെ, അപ്പൊ ഇത് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ ടെംപ്ലേറ്റ് നമുക്ക് കസ്റ്റമർക്ക് അയച്ചു വിചാരിക്കാം. അതായത് വി ഹാവ് എൻ ഓഫർ എന്ന് പറഞ്ഞ് അയച്ചതിന് ശേഷം അയാൾ ഒരു ബട്ടണിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റിപ്ലൈ അയക്കുമല്ലോ സിസ്റ്റം. ആ റിപ്ലൈ അയക്കുന്നത് ടെക്സ്റ്റ് ആയിട്ടാണ് അയക്കുന്നതെങ്കിൽ, അതായത് സർവീസ് മെസ്സേജ് പറയാം, അത് ഫ്രീ ആണ്. ഒരാൾ അത് നേരത്തെ നിങ്ങൾ പറഞ്ഞ കേസിൽ മെറ്റാഡ്സ് റൺ ചെയ്തിട്ട് ഒരാൾ ലീഡ് അയച്ച് വന്നു കഴിഞ്ഞാൽ തിരിച്ച് റിപ്ലൈ കൊടുക്കുക ടെക്സ്റ്റ് ആയിട്ടാണ് അയക്കുന്നതെങ്കിൽ അത് ഫ്രീ ആണ്. പക്ഷേ അഗെയിൻ അവിടെ നമ്മൾ അഗെയിൻ ടെംപ്ലേറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ വാട്സപ്പ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് അതും അഗെയിൻ അപ്ഡേറ്റ് ഒക്കെ ഉണ്ട്. ഓരോ ടെംപ്ലേറ്റിനും ഓരോ പിന്നെ API കോസ്റ്റ് ഉണ്ടെന്നുള്ള രീതിയിൽ. ഇത് വാട്സപ്പ് കഴിഞ്ഞ 3-4 വർഷമായിട്ട് മാറ്റിക്കൊണ്ടേ നിൽക്കുകയാണ്. പണ്ടൊരു കോൺവെർസേഷൻ വിൻഡോ സംഭവം ഉണ്ടായി, 24 hours ഒരു ടെംപ്ലേറ്റ് അയച്ചിട്ട് അടുത്ത 24 hours പിന്നെ എന്താ അയച്ചു കഴിഞ്ഞാലും ഫ്രീ ആയിരുന്നു. അതിന് മുന്നേ ബേസിക്കലി ഇനീഷ്യലി ഉണ്ടായിരുന്നത് ഓരോ മെസ്സേജിനും അങ്ങോട്ട് അയക്കുന്ന മെസ്സേജിന് റിപ്ലൈ കിട്ടുന്ന മെസ്സേജൊക്കെ ക്യാഷ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറ്റി ഓരോ വർഷവും പുതിയ കാര്യങ്ങൾ ചെയ്യാം. നമ്മളെ പ്രൊഡക്റ്റിനകത്തും ഇങ്ങനത്തെ അപ്ഡേറ്റ് എന്നും കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് ചലഞ്ചിങ് ആണ്. പ്രൈസിംഗിന്റെ കേസിൽ അവരുടെ ഗൈഡ് ലൈൻസിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം. തീർച്ചയായിട്ടും, കാരണം ഇത് ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഇപ്പോൾ ഈവൻ ദോ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ നിങ്ങൾ നമ്പർ ബാൻ ആകുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതായത് പിന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബാൻ ആകുന്നത് വാട്സപ്പിന്റെ റെഗുലേഷൻ പ്രകാരമാണ്. ഇനി നമ്മളൊരു ടെംപ്ലേറ്റ് അപ്രൂവൽ എടുത്ത് ഈ ടെംപ്ലേറ്റിന്റെ അകത്ത് നമ്മൾ ആവശ്യമില്ലാത്ത മെസ്സേജസ് അയക്കുക, ഒരു യൂസറെ ഭയങ്കര പ്രൊവോക്കിംഗ് ആയിട്ടുള്ള മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ സ്പാം ചെയ്യുക, ഇതൊക്കെ കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ബ്ലോക്ക് ചെയ്യും. ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്പർ തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല, API യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്പർ ബ്ലോക്ക് ആവില്ല എന്ന് പറയാൻ പറ്റില്ല, ബ്ലോക്ക് ആവും. നമ്മൾ യൂസേഴ്സ് നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് നിങ്ങളെ സ്പാം ചെയ്യുന്നതിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ബ്ലോക്ക് അല്ലെങ്കിൽ സ്പാം ചെയ്യാൻ റിപ്പോർട്ട് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ നമ്പർ ബ്ലോക്ക് ആകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ ബ്രോഡ്കാസ്റ്റിംഗ് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വാട്സപ്പ് ബ്ലോക്ക് ആവുന്നുള്ളൂ, ആ നമ്പർ യൂസ് ചെയ്യാൻ നമ്പർ സാധാരണ ടെലികോളിംഗിന് യൂസ് ചെയ്യുന്നതല്ലാണ്ട് വാട്സപ്പിനകത്ത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അഗെയിൻ അത് വാട്സപ്പിന്റെ സപ്പോർട്ടിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അത് റിവോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ
നമ്മൾ അതല്ലെങ്കിൽ നടക്കില്ല. അതെ. പിന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ നമ്പർ ആഡ് ചെയ്യാം. അതായത് നിങ്ങളുടെ അതായത് ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു വാട്സ്ആപ്പ് ബിസിനസ് API എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് പേജ് വേണം. ആ പേജിനകത്ത് നിങ്ങൾ ഒഫീഷ്യൽ അഡ്രസ്സ്, നിങ്ങളുടെ ലോഗോ, നിങ്ങളുടെ ബിസിനസ് ഇൻഫർമേഷൻ എല്ലാം പ്രോപ്പറായിട്ട് കൊടുക്കണം. രണ്ടാമത് വെബ്സൈറ്റ് വേണം. വെബ്സൈറ്റിനകത്തുള്ള അഡ്രസ്സും ഫേസ്ബുക്ക് പേജിനകത്തുള്ള അഡ്രസ്സും സെയിം ആയിരിക്കണം. അതിനകത്തുള്ള നമ്പേഴ്സ്, മൊബൈൽ നമ്പർ, കോൺടാക്ട് നമ്പർ, ഈ സാധനമൊക്കെ സെയിം ആയിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഒരു ലീഗൽ എൻറ്റിറ്റി വേണം. അതായത് പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ LLP അല്ലെങ്കിൽ GST നമ്പർ, ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബില്ല്, എന്തെങ്കിലും ഒരു ലീഗൽ സാധനം വെച്ചിട്ട് വേണം അപ്രൂവൽ എടുക്കാൻ. ഫേസ്ബുക്ക് പേജ് അപ്രൂവൽ ഇനിഷ്യലി നമുക്ക് എടുക്കണം. അതിനുശേഷം ബിസിനസ് അപ്രൂവൽ എടുക്കണം. ഈ ബിസിനസ് അപ്രൂവലിനാണ് നേരത്തെ പറഞ്ഞ LLP അഗ്രിമെന്റോ അല്ലെങ്കിൽ GST സർട്ടിഫിക്കറ്റോ കൊടുക്കേണ്ടത്. ഈ 2 വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ഈ വാട്സ്ആപ്പ് നമ്പർ ഓൺബോർഡ് ചെയ്യാന്നുള്ളത്. ഇത് 2 അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നമ്പർ ആഡ് ചെയ്യാനുള്ള വിൻഡോ നമുക്ക് ഫേസ്ബുക്കിനകത്ത് തന്നെ ഉണ്ട്. നമ്മുടെ പ്ലാറ്റ്ഫോം ഫ്ലോഫ്ലെക്സിനകത്ത് നമുക്ക് ഒരു ഓൺബോർഡിംഗ് വിൻഡോ ഉണ്ട്. അതിനകത്ത് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ OTP വരും, റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രൂവൽ ആവും. ഈ നമ്പർ മുന്നെല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ 1000 മെസ്സേജസ് ഒരു ഡേ അയക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം റീസെന്റ് ആയിട്ട് 250 മെസ്സേജസ് പെർ ഡേ എന്നുള്ള ലിമിറ്റിലാണ് ഫസ്റ്റ് ഡേ തന്നെ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് ഇന്ന് നമ്പർ ഓൺബോർഡ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് 250 അയക്കാൻ പറ്റും. അതൊരു നെക്സ്റ്റ് 7 ഡേയ്സിൽ മോണിറ്റർ ചെയ്യും. അതിന്റെ ഉള്ളിൽ ഒരു 1000 യൂണീക് കസ്റ്റമേഴ്സിന് നമ്മൾ മെസ്സേജ് അയക്കാൻ വിചാരിച്ചോളി. 1000 യൂണീക് കസ്റ്റമേഴ്സ് നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അത് 250 1000 ആവും. എഗെയിൻ 1000 എന്നുള്ള സ്ലാബ് അടുത്ത് 10,000 ആവും. എഗെയിൻ ഈ 1000 അടുത്ത സൈക്കിള് 1000 യൂണീക് കസ്റ്റമേഴ്സ് പുതിയ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ അത് 1000, 10,000, 1 lakh, 100,000 ആ ഒരു പിന്നെ പോകും. ഇതുപോലെ തന്നെ ഒരു നമ്പർ പോലെ തന്നെ മൾട്ടിപ്പിൾ നമ്പർ ആഡ് ചെയ്യാം. ഒരു ഫേസ്ബുക്കിനകത്ത് 10 നമ്പർ വരെ ഇനിഷ്യലി ആഡ് ചെയ്യാം. സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്ത് 25 നമ്പർ വരെ ആഡ് ചെയ്യാൻ പറ്റും. ഈ നമ്പർ ഈവൻ ദ മൾട്ടിപ്പിൾ നമ്പർ ഉണ്ടെങ്കിലും കസ്റ്റമർ റിസീവ് ആക്കുക നിങ്ങളുടെ പേരിലായിരിക്കും. അതായത് ഇപ്പൊ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും അല്ലെങ്കിൽ HDFC ബാങ്കിലൊക്കെ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് HDFC ബാങ്ക് ഒരു ബ്ലൂ ടിക്ക് മാർക്കിങ് കാണുന്നുണ്ടാവുക അല്ലേ? അപ്പൊ ആ നെയിമേ കാണുന്നുണ്ടാവുള്ളൂ കസ്റ്റമർ. നമ്പർ ഉള്ളിലുണ്ടെങ്കിലും അത് കൺസേൺഡ് അല്ല. അപ്പോൾ ഡിഫറെന്റ് നമ്പറിൽ നിന്ന് അയച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഏത് നമ്പറിൽ നിന്ന് അയച്ചു കഴിഞ്ഞാലും നിങ്ങളെ ബ്രാൻഡ് നെയിം ആയിരിക്കും കസ്റ്റമർ കാണുന്നുണ്ടാവും. അത് ഭയങ്കര സംഭവമാണ്. എന്താ വെച്ചാൽ നമ്മൾ ഇൻ ദ സെൻസ് ലൈക്ക് അത് ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണല്ലോ. ഇപ്പൊ നിങ്ങൾ ഒരു നമ്പറിൽ നിന്ന് ഒരു ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്, നാളെ വേറെ നമ്പറിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്, കസ്റ്റമർ നമ്പർ സേവ്ഡ് അല്ല ഈവൻ ദോ. അപ്പോൾ പിന്നെ ഒഫീഷ്യൽ അയക്കുന്ന സമയത്ത് അതിനൊരു ജെന്യൂനിറ്റി, ഒരു ട്രസ്റ്റ് ഉണ്ട് ആക്ച്വലി. അപ്പൊ ഇങ്ങനെയാണ് സാധനം വർക്ക് ചെയ്യുന്നത്. ഇനി ഇതേപോലെ തന്നെ വാട്സപ്പിന് API പ്രൊവൈഡ് ചെയ്ത് ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇപ്പോൾ വാട്ടി, ഇന്ററാക്ട്, പിന്നെ ഗപ്ഷപ്പ്, ഒരുപാട് കമ്പനീസ് ഉണ്ട്. നമ്മളും അങ്ങനത്തെ ഒരു വൺ ഓഫ് ദ കമ്പനിയാണ്. നമ്മൾ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ നമ്മൾ യൂസ് കേസ് ഡ്രിവൺ ആയിട്ട് ഇങ്ങനത്തെ ബിസിനസ് യൂസ് കേസുകൾ സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ ഓരോ ബിസിനസിനും അവർക്ക് റിലവന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇതിനെ ഫൈൻ ട്യൂൺ ചെയ്ത് വർക്ക് ഫ്ലോസ് ബിൽഡ് ചെയ്യാം. അതിന്റെ ഔട്ട്കംസ് അനലിറ്റിക്സ് ബിൽഡ്. നമുക്ക് എന്തെങ്കിലും ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള നീഡ് ഉണ്ടെങ്കിൽ അതിനെ അതിലേക്ക് ചെയ്യാൻ പറ്റും ബേസിക്കലി. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് റാൻഡം ആയിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ ഒരു കുറെ മുന്നേ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ബിസിനസ് ഉണ്ട്, അവരുടെ കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്ക് ഇപ്പം പുതിയ കോഴ്സ് ലോഞ്ച് ചെയ്യുമ്പോൾ റിമൈൻഡ് ചെയ്യണം. അങ്ങനത്തെ കാണുന്നെങ്കിൽ ആ ഡാറ്റ നമുക്ക് അപ്ലോഡ് ചെയ്തതിനു ശേഷം എത്ര സമയത്ത് വരെ റിമൈൻഡ് ചെയ്യണം, ഇനി റിമൈൻഡ് ചെയ്തിട്ട് അവർ റെസ്പോണ്ട് ആക്കിയിട്ടില്ലെങ്കിൽ എത്ര സമയം, പിന്നെ എത്ര ഡിലേ ആയിട്ട് നമ്മൾ അടുത്ത ഫോളോ അപ്പ് ചെയ്യണം. ഇതൊക്കെ നമുക്ക് കോൺഫിഗറബിൾ ആണ്. അപ്പൊ നമ്മൾ ആ പ്ലാറ്റ്ഫോം നോ കോഡ് സൊല്യൂഷൻ ആയിട്ട് ബിൽഡ് ചെയ്തേക്കണം. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ഡിലേ സെറ്റ് ചെയ്യാം, എന്ത് മെസ്സേജ് ആക്കണം സെറ്റ് ചെയ്യാം. നമുക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് തീർച്ചയായും ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. അതെ, എല്ലാവർക്കും ഇൻഡിവിജ്വൽ ചെയ്യാൻ പറ്റും. നമ്മൾ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ ആർക്കും അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ചെറിയൊരു ടെക്നിക്കൽ നോളജ് മാത്രം ഉണ്ടായാൽ മതി, ഭയങ്കര ഒന്നും വേണ്ട. പിന്നെ ഓൾറെഡി അതിൻ്റെ യൂസ് കേസ് വീഡിയോസ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നോക്കി ഇങ്ങോട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ വരുന്ന എല്ലാ കസ്റ്റമേഴ്സും നമ്മുടെ ടീം വർക്ക് ഫ്ലോസ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതിൽ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചസ് എന്തൊക്കെയാണ് ശരിക്കും? ഇതിന്റെ ബേസിക് ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതിനെ കുറിച്ചിട്ട് നോളജ് ഇല്ല. നേരത്തെ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ വാട്സപ്പിന്റെ പിന്നെ പ്രൈസിങ് കൺസേൺ ആണ്, മെസ്സേജിന് കോസ്റ്റ് ഉണ്ടോ, ഇതൊക്കെ ഫ്രീ അല്ലേ എന്നുള്ള തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ ബിസിനസിന്റെ യൂസ് കേസുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെന്റ് ആയിരിക്കാം. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കമ്പനി ആണെങ്കിൽ അവരുടെ ഒരു സീസൺ ഉണ്ടാവുമല്ലോ, ഈ ക്യാമ്പയിൻസ് ചെയ്യുന്ന സീസൺ. ആ സീസണിൽ ഭയങ്കര പീക്കായിട്ട് യൂസ് ചെയ്യും, പിന്നീട് അത് യൂസ് ചെയ്യില്ല. എക്സാമ്പിൾ ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ, അവരുടെ അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഒരു മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ആ ടൈമിലായിരിക്കും. അതിനുശേഷമുള്ളത് ശരിക്കും യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് റിട്ടൻഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതായത് ആ കംപ്ലീറ്റ് സൈക്കിൾ ഒരു വർഷം മുഴുവൻ നമുക്ക് അവരുടെ പല രീതിയിൽ. പലപ്പോഴും നമ്മുടെ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരുടെയും തിങ്കിങ് എങ്ങനെ പോകുന്ന വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് മന്ത് ആണ് ക്ലയന്റിന് ആവശ്യമെങ്കിൽ ഈ മാസമായിരിക്കും നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. അതൊരു 6 month ബാക്ക് തുടങ്ങണം എന്നുള്ളതോ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്നുള്ളതോ അടുത്ത വർഷത്തേക്കുള്ളത് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതോ ആരും പ്ലാൻഡ് അല്ല. അവർക്ക് ഞങ്ങളുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് അധികവും അടുത്ത വീക്ക്
ഞങ്ങൾ സാധനം ലോഞ്ച് ചെയ്യുന്നുണ്ട്, ഇന്നത് എടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 250 മെസ്സേജ് ഒരു ദിവസം ആക്റ്റീവ് ആകുള്ളൂ. അത് ഒരു 1 വീക്ക് കഴിഞ്ഞാൽ അത് ആ ഒരു 1000 മെസ്സേജ് 10,000 മാറുള്ളൂ. അപ്പൊ നമുക്കത് ഡെലിവറി ചെയ്യാൻ കഴിയില്ല. അതൊരു ചലഞ്ചാണ്. പിന്നെ അതേപോലെ തന്നെ ഈ മാർക്കറ്റിംഗിന് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്കിന്ന് ഞാൻ മാർക്കറ്റിംഗിലേക്ക് പതിയെ സ്വിച്ച് ചെയ്ത ആളാണ്. ഫ്ലോഫ്ലെക്സിന്റെ ഇനീഷ്യൽ സെയിൽസിൽ ഞാനാണ് ചെയ്തത്. കസ്റ്റമേഴ്സിന് ഡെമോ കൊടുക്കുന്നത്, ഓൺബോർഡ് ചെയ്യുന്നത്, പിന്നെ അവർക്ക് യൂസ് കേസ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു മാസം മാത്രം ഇരുന്നങ്ങാട്ട് കസ്റ്റമർ കൊണ്ടുവരുന്ന പണിയല്ല. അത് പല പല സ്ട്രാറ്റജീസ് നമ്മൾ കൊടുക്കണം. ചിലപ്പോൾ ഡയറക്റ്റ് പോയിട്ട് മീറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പം നമ്മൾ പിന്നെ സോഷ്യൽ മീഡിയ ത്രൂ കണക്ട് ചെയ്യേണ്ടി വരും. നമുക്ക് 7 ടച്ച് പോയിന്റ്സ് പറയാനുണ്ടല്ലോ, നമ്മൾ ഡയറക്റ്റ് മീറ്റ് അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഈവന്റ് പോയി മീറ്റ് ചെയ്യുക. അങ്ങനെ അതേപോലെ തന്നെയാണ് മാർക്കറ്റിംഗ് കേസിൽ ഒരു നമ്മുടെ ഐഡിയൽ കസ്റ്റമേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവർക്കുള്ള മെസ്സേജസ് നിങ്ങൾ അയച്ചുകൊണ്ടേ നിൽക്കണം. അത് ബ്രോഡ്കാസ്റ്റിംഗ് അയക്കാം, അല്ലെങ്കിൽ അവർ എൻഗേജ് ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങൾ അയക്കാം. ഇപ്പോൾ ഒരു നേരത്തെ എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഒരു എക്സാം വന്നു, ഒരു കോമ്പറ്റീഷൻ എക്സാം വന്നു, അതിന്റെ റിമൈൻഡർ ആണെങ്കിൽ ഈ ഓൾറെഡി എൻറോൾ ആയ ആൾക്കാർക്ക് കൊടുക്കാം. ഇനി അവർക്ക് വേണമെങ്കിൽ റാൻഡംലി ഈ ടെസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ നടത്താം, മോക്കപ്പ് ടെസ്റ്റ് നടത്താം. അത് വേണമെങ്കിൽ വാട്സപ്പ് കൂടെ നടത്താം. വാട്സപ്പിന് അത് ഫ്ലോസ് എന്ന സംഭവം ഉണ്ട്, ഫ്ലോ വെച്ച് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ പിന്നെ ചാറ്റ് ബോർഡ് പോലെ ചെയ്യിപ്പിക്കാം. അത് വാട്സപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആപ്പാണ് വാട്സപ്പ്. അത് ഏകദേശം 3 ബില്യൺ അങ്ങനെ മന്ത്ലി ആക്റ്റീവ് യൂസേഴ്സ് ഉള്ളതാണ് വാട്സപ്പിൽ. ഇത് കൂടാണ്ട് ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 30 മിനിറ്റെങ്കിലും നമ്മൾ ആവറേജ് ഒരു വ്യക്തി യൂസ് ചെയ്യും. അതും 30 മിനിറ്റ് കണ്ടിന്യൂസ് അല്ല, ഒരു 10-20 പ്രാവശ്യമാണ് നമ്മൾ ഒരു ഡെയിലി യൂസ്. അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് കസ്റ്റമറിനെ എൻഗേജ് ചെയ്യാനുള്ള ഒരു സാധനമാണ് വാട്സപ്പ്. അപ്പോൾ അതിലേക്ക് നമ്മളുടെ അഡ്വർടൈസ്മെന്റും നമ്മളുടെ ഇൻഫർമേഷനും നമ്മുടെ പ്രൊഡക്റ്റ് ഇൻഫർമേഷന് അല്ലെങ്കിൽ അങ്ങനത്തെ കൈൻഡ് ഓഫ് എൻഗേജ്മെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ ട്രാക്ഷൻ കൂടുതലാണ്, അതിന് കൺവേർഷൻ കൂടുതലാണ്. അപ്പോൾ ഏത് ബ്രാൻഡ് ആണെങ്കിലും ഈ സാധനം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് നിൽക്കണം, എന്നാലേ അതിന്റെ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നേരത്തെ നിങ്ങൾ SEO കാര്യം പറയുന്ന പോലെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ടിന്യൂസ് ചെയ്യുന്ന സമയത്താണ് റിസൾട്ട് വരിക. അപ്പോൾ ഒരു ദിവസം മാത്രം ചെയ്തുകൊണ്ട് റിസൾട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പേഷ്യൻസ് വേണം. പിന്നെ അതിന്റെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ലോങ് ടേമിൽ നല്ല റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല മാൻ പവർ ഒരുപാട് കുറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ശരിക്കും മാർക്കറ്റിംഗ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് പല പാർട്ടിൽ. ഇപ്പോൾ ഒരുപാട് മാൻ പവർ വേണം. പിന്നെ അതിന്റെ ടൈം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ടൈം. ഈ സമയത്തിന് ബേസ് ചെയ്തിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ പൈസ പോകുന്നുണ്ടാവുക. അതിനെ ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഓട്ടോമേഷന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. മാത്രമല്ല വൺസ് ഇപ്പോൾ ഇതിലേക്ക് വന്നാലാണല്ലോ ഇനിയിപ്പോൾ AI ടെക്നോളജി ഒക്കെ വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റും കമ്പനി അപ്ഡേറ്റ് ചെയ്ത് പോകുമ്പോൾ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മളതിന്റെ ബേസിലെങ്കിലും തുടങ്ങിയിട്ടുണ്ടാവും. നമ്മളിപ്പോഴേ തുടങ്ങിയിട്ടില്ല, നാളെ അടുത്ത ടെക്നോളജി വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ആൾക്കാർ. നമ്മൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പൊ നെക്സ്റ്റ് വരുന്ന ഇപ്പോൾ AI എന്നൊക്കെ പറഞ്ഞ് വെറുതെ നമുക്ക് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കാനേ പറ്റുള്ളൂ. നമ്മൾ ഇന്ന് തുടങ്ങിയാലാണ് നാളെ നമുക്ക് അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു ആ വാല്യൂനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും എന്താണ് ഇതിന്റെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും? ഇപ്പൊ ഈ വാട്സപ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു ചലഞ്ചിങ് എന്താന്ന് വെച്ചാൽ അവരുടെ നിയമങ്ങൾക്ക് അനുസരിച്ചാണ് ഒരു പരിധി വരെ നമ്മളിത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ചലഞ്ചസ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഒരു പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള ചലഞ്ചസ് എന്തൊക്കെയായിരിക്കും ഫ്യൂച്ചർ? വാട്സപ്പ് എപ്പോഴും റിഫൈൻഡ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അവരുടെ കസ്റ്റമേഴ്സിനെ കുറിച്ച് അവർ ഭയങ്കര ബോധരാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രോഡ്കാസ്റ്റ് ലിമിറ്റ് ചെയ്യാനുള്ള റീസൺ അതാണ്. നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള മെസ്സേജസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ജൂൺ മുതലാണെന്ന് തോന്നുന്നുണ്ട് നമുക്കൊരു ദിവസം 5-ൽ കൂടുതൽ പ്രൊമോഷൻ മെസ്സേജസ് നമുക്ക് നമ്പറിലേക്ക് വരില്ല. അതായത് നിങ്ങൾക്ക് ഇപ്പം ഫ്ലിപ്കാർട്ടിന്റെ അകത്തൊരു ഓഫർ വരുന്നുണ്ട്, വേറൊന്ന് ബാങ്കിൽ നിന്ന് വരാം, അങ്ങനെ 5 എണ്ണത്തിൽ കൂടുതൽ വരില്ല. അപ്പൊ ഞാനൊരു ബ്രാൻഡാണ്, ഒരു റെസ്റ്റോറന്റ് ആണ്, ഞങ്ങൾക്ക് ഒരു ഓഫർ അയക്കാണ്, 6ാമത്തെ മെസ്സേജ് ആയിട്ട് അയക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി അത് പോകില്ല. അത് വാട്സപ്പ് അവരുടെ, ഞാൻ പറഞ്ഞല്ലോ, അവരുടെ കസ്റ്റമേഴ്സിനെ കുറിച്ച് അവർ ഭയങ്കര ബോധമാണ്. ഈ ഒരു 1-2 വർഷം മുന്നേ പ്രൈവസി പോളിസി ഒക്കെ അപ്ഡേറ്റ് ആക്കിയ സമയത്ത് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനുശേഷം വാട്സപ്പ് ഭയങ്കര അതിൻ്റെ അകത്ത് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനൊരു ഫ്യൂച്ചർ എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ വാട്സപ്പ് ഒരു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് ഇപ്പോൾ വാട്സപ്പ് കൂടെ പേയ്മെന്റ് വന്നു. ഈ വാട്സപ്പിന് അത് POS വരും, ചെക്കൗട്ട് വരും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഓർഡർ ഒക്കെ ചെയ്യുന്നുണ്ട് വാട്സപ്പിനകത്ത്. ഇതിന്റെ ടോപ്പിൽ ഒരുപാട് സാധനങ്ങൾ വരാനുണ്ട്. ഇതിനൊക്കെ എന്താ പറയാ, ഇതേപോലത്തെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വാട്ടി ഇന്ററാക്ട് പോലത്തെ കമ്പനി നമ്മളത്തെ ഈ അഗ്രിഗേറ്റേഴ്സ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കും അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടും ഈ ബിസിനസ് യൂസ് കേസുകൾ ബിൽഡ് ചെയ്യാനും. ഇപ്പം AI-ലേക്ക് നമ്മളെ ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ AI എങ്ങനെ വർക്ക് ചെയ്ത് വെച്ചാൽ ഒരു പിന്നെ ബിസിനസ് യൂസ് കേസുകൾ നിങ്ങളെ ബ്രാൻഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മൾ ഫീഡ് ചെയ്തു, ട്രെയിൻ ചെയ്തു മോഡലിനെ. അതിനുശേഷം ഒരു കസ്റ്റമർ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ ആ AI ബോട്ട് പോലെ തന്നെ റിപ്ലൈ കൊടുക്കും. നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മൾട്ടിപ്പിൾ വർക്ക് ഫ്ലോസ് ബിൽഡ് ചെയ്യാൻ പറ്റും, പല യൂസ് കേസിനുള്ള വർക്ക് ഫ്ലോസ്. ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമർ കോൺടെക്സ്റ്റിനനുസരിച്ചിട്ട് ആ വർക്ക് ഫ്ലോ ഇനീഷ്യേറ്റ് ചെയ്യണം. അപ്പം നിങ്ങളുടെ ഒരു ഓഫ്ലൈൻ സ്റ്റോറിൻ്റെ അകത്ത് നിന്ന് ഒരാൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ലോയൽറ്റി പോയിന്റ് കൊടുക്കണം വിചാരിക്കുക. അപ്പം ആ ലോയൽറ്റി പോയിന്റ് കൊടുക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ മെസ്സേജസ് നമ്മൾ ഫ്ലോയിലുണ്ടെന്ന് വിചാരിക്കാം. ഇനി ഒരു കസ്റ്റമർ വന്ന് ഇങ്ങോട്ട് ജസ്റ്റ് ഹായ് അടിക്കുന്ന സമയത്ത് അയാൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം.
ഓക്കെ ഓൺലൈനായിട്ട്. അപ്പോൾ ഡിഫറെൻറ്റ് വർക്ക് ഫ്ലോസ് ഉണ്ട്. അപ്പോൾ ഈ കസ്റ്റമർ പറയുന്ന കോൺടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് ഏത് വർക്ക് ഫ്ലോ ഇനീഷ്യേറ്റ് ചെയ്യണമെന്നൊക്കെ നമുക്ക് നമ്മളെ AI എഞ്ചിന് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഇതിനെ സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാൾ പർച്ചേസ് കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് വേറെ എന്തെങ്കിലും ലോയൽറ്റി പോയിന്റ് ചെക്ക് ചെയ്ത് ചേർക്കുക. അപ്പോൾ ആ കോൺടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് AI അതിൻ്റെ വർക്ക് ഫോഴ്സ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ തന്നെ നമ്മളുടെ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്ന പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വർക്ക് ഫ്ലോസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അയാളുടെ ഒരു റിക്വയർമെന്റ് അനുസരിച്ച് ഫ്ലോ ഉണ്ടാക്കാൻ വിചാരിക്കുക. അതും അത് പ്രോംപ്റ്റ് ചെയ്ത് ഇങ്ങോട്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയാണ് പിന്നെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ യൂസ് കേസിന് വേണ്ടിയിട്ടുള്ള വർക്ക് ഫ്ലോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റം അത് ഓട്ടോമാറ്റിക് ആ വർക്ക് ഫ്ലോ സെറ്റ് ചെയ്ത് കൊടുക്കും. അതിന്റെ അകത്തുള്ള ടെംപ്ലേറ്റ് മെസ്സേജ് മാത്രം എഡിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് അതായത് കസ്റ്റമർ പേഴ്സണൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ അയാൾ ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആകേണ്ടി വരുമല്ലോ എന്നുള്ളൊക്കെ തിങ്ക് ചെയ്ത സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല. നമ്മളത് പ്രോപ്പറായിട്ട് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രോംപ്റ്റ് നമ്മൾ റിഫൈൻ ചെയ്യും. അതിനുശേഷം ആ ഫ്ലോ ഉണ്ടാക്കിയിട്ട് ചെയ്യും. ഇതാണ് നമ്മളൊരു മുന്നോട്ട് വെക്കുന്ന ഒരു സാധനം, ഒരു ഫ്യൂച്ചറിസ്റ്റിക് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് തന്നെ നമ്മൾ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് പ്ലാറ്റ്ഫോം ഇൻ ദ സെൻസ് നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ പെറ്റ് പൂജ അല്ലെങ്കിൽ സ്ക്വയർ അപ്പ് പിന്നെ സോഹോ ഇതൊക്കെ ഇന്റഗ്രേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം പ്ലാറ്റ്ഫോമിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ERP സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതുമായിട്ടും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മൾട്ടിപ്പിൾ ERPസിൽ ഇപ്പോൾ സോഹോയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കസ്റ്റം ERP നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഈ വർക്ക് ഫ്ലോ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി ആ സിസ്റ്റം അങ്ങനെ നടന്നോളും. അതൊരു SOP പോലെ എങ്ങനെ വർക്ക് ചെയ്യും. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ ഓൺബോർഡ് ചെയ്യണം, അയാൾ എങ്ങനെ റീറ്റെയിൻ ചെയ്യണം എന്നുള്ളതൊക്കെ ഈ സിസ്റ്റം ഡിഫൈൻഡ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈസിലി യൂസബിൾ ആണ്. ബാക്കിയുള്ള എല്ലാ പ്ലാറ്റ്ഫോമും അവരുടേതായ കുറെ യൂണിക് സാധനങ്ങളുണ്ടെങ്കിൽ നമ്മൾ പൊസിഷൻ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഏതൊക്കെ ഇൻഡസ്ട്രിയിലാണ് ഏറ്റവും കൂടുതൽ കാറ്റഗറി പറയുകയാണെങ്കിൽ ഇപ്പോൾ എഡ്യൂക്കേഷൻ പറഞ്ഞു, പിന്നെ വേറെ ഏതൊക്കെ ഇൻഡസ്ട്രിയിലാണ് മെയിൻലി? എഡ്യൂക്കേഷന്, അതേപോലെ തന്നെ ഇ-കൊമേഴ്സ്, ഇതാണ് മെയിനായിട്ട് ഞങ്ങൾ നോക്കുന്ന രണ്ട് കാര്യങ്ങൾ. പിന്നെ റീറ്റെയിൽ ആൻഡ് ഫാഷൻ ഉണ്ട്. ബേസിക്കലി അത് വലിയ ഇൻഡസ്ട്രിയാണ്. ആക്ച്വലി ഹെൽത്ത് കെയർ ഉണ്ട്. ഇതെല്ലാം വലിയ ഇൻഡസ്ട്രീസ് ആണ്. നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പം പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് ലോഞ്ച് ചെയ്ത് ഒരു 1 year ആയിട്ടേ ഉള്ളൂ ഈ പ്രൊഡക്റ്റ് മാത്രം, ഫ്ലോഫ്ലെക്സ് മാത്രം. അപ്പം നമ്മൾ ഫിഗർ ഔട്ട് ചെയ്ത് ഇനീഷ്യൽ ആദ്യത്തെ ഒരു 500 കസ്റ്റമേഴ്സ് നമുക്ക് ഈ ഒരു കാറ്റഗറി ആവണം എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിൽ മാത്രം വർക്ക് ചെയ്യാന്നുള്ളൂ. അതിനുശേഷം മേ ബി ഫ്യൂച്ചറിൽ നമ്മൾ പിന്നെ ഒന്നും കൂടിയും ചെറുതാക്കി ഇങ്ങോട്ട് ഒരു ആ കാറ്റഗറി തന്നെ ഒരു പെർട്ടിക്കുലർ യൂസേഴ്സ് എന്ന് അങ്ങനെ ഫോക്കസ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ബിക്കോസ് ആ ഇൻഡസ്ട്രി വലുതാണ്, ഈ യൂസ് കേസുകൾ വലുതാണ്. നമുക്ക് എല്ലാവർക്കും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും എനിക്ക് അറിയില്ല. ശരിക്കും ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി, ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനീനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. വേറെ പ്രൊഡക്ട്സിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഈ പ്രൊഡക്റ്റിൽ തന്നെ നമുക്ക് അത് ചെയ്യാം. അത്രയധികം വൈഡാണ് മാർക്കറ്റ് അത്രയും വൈഡാണ്, യൂസ് കേസുകൾ വൈഡാണ്. അതേപോലെ അതിന്റെ റിസൾട്ടും അത്രയും എഫക്റ്റീവ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ചോദിച്ചല്ലോ, അതായത് ബ്രോഡ്കാസ്റ്റ് ചെയ്തു, അതേപോലെ തന്നെ നമ്മൾ ബാക്കി എൻഗേജ്മെന്റ് എല്ലാം ചെയ്തു. ഇതിന്റെ ഔട്ട്കം എന്താണെന്നുള്ളത്, അതായത് എൻഡ് ഓഫ് ദ ഡേ ഈ റിസൾട്ട് നോക്കിയിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കാനേ. അതായത് നമ്മളൊരു 1000 ആൾക്കാർക്ക് അയച്ചിട്ട് എത്ര ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, എത്ര ആൾക്കാർ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നം വരുന്നുണ്ടല്ലോ, അതായത് ഇപ്പോൾ ഒരാൾക്ക് 5 മെസ്സേജ് ആണെങ്കിൽ 1000 മെസ്സേജ് അയച്ചാൽ 1000 എത്തുന്നില്ലല്ലോ. മേ ബി ഒരു 600 മെസ്സേജസ് എത്തിന്ന് വിചാരിക്കാം അല്ലെ. അപ്പൊ അതിൽ തന്നെ വീണ്ടും അതിങ്ങനെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്, പല ഏരിയയിൽ ഫിൽട്ടർ ചെയ്തിട്ട് അതിൽ ആ റിസൾട്ടിലേക്ക് മാത്രം സെയിൽസ് ഫോഴ്സിനെ എത്തിക്കാൻ ഇതുകൊണ്ട് പറ്റുന്നതാണ്. അതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യാനുള്ളത് ഈ നേരത്തെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിന്റെ അകത്ത് നമുക്ക് മെസ്സേജ് ഡെലിവർ ആയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷൻ എന്താണ്, നെക്സ്റ്റ് ഡേ ഇത് അയക്കാൻ പോകും. അപ്പൊ പക്ഷേ അത് എല്ലാ ക്രിയേറ്റീവ് അങ്ങനെ പറ്റിക്കോളുന്നില്ല. കാരണം ഇന്ന് നിങ്ങൾ ഒരു ഫ്ലാഷ് നടത്തുന്ന വിചാരിക്കുക, ആ ഓഫർ നാളെ ക്രിയേറ്റ് കാര്യമില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് മെസ്സേജിനനുസരിച്ചിരിക്കും മാറ്റാൻ പറ്റും. അത് നമുക്ക് പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതെല്ലാം മസ്റ്റ് ആയിട്ട് പോകേണ്ടതാണെങ്കിൽ അത് പോവുകയും ചെയ്യും. അത് നമുക്ക് റീസ്കെഡ്യൂൾ ചെയ്തിട്ട് അടുത്ത ദിവസത്തേക്ക് പോകാനും പറ്റും. പിന്നെ ഇതിന്റെ ഔട്ട്കംസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് ക്രിയേറ്റീവാണ് ഏറ്റവും ആൾക്കാർ കൂടുതൽ കൺവേർട്ട് ആകുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും ആ ചാറ്റിന് ഏതെങ്കിലും ഒരു സ്റ്റേജ് ലെവൽ ഡ്രോപ്പ് ആയി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് ആൾക്കാർ എൻഡിലേക്ക് എത്തുന്നുണ്ടെന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിത് റിഫൈൻ ചെയ്യാൻ. അപ്പോൾ ഔട്ട്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഔട്ട്കം അനലിറ്റിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ക്യാമ്പയിൻസ് റൺ ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ ബ്രോഡ്കാസ്റ്റ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ മെറ്റാ ആഡ്സ് വാട്സപ്പിലേക്ക് വരുന്ന സമയത്ത് ഇത് അനലൈസ് ചെയ്യാന്നുള്ളത് അതൊരു ഒരാൾ ഇരുന്നും കണ്ട് ചെയ്യേണ്ട പണിയാണ്. ഈവൻ ദോ അവർക്ക് ഒരു ടീമിന് ഒരു 10-20 സെയിൽസ് സ്റ്റാഫ് ഉണ്ടെങ്കിലും വൺ ഓഫ് ദ പേഴ്സൺ ഈ സാധനം അനലൈസ് ചെയ്തിട്ട് വേണം അതിന്റെ ടോപ്പിൽ നെക്സ്റ്റ്. ശരിക്കും നമ്മളിപ്പോൾ പല കമ്പനീസും പെയ്ഡ് ക്യാമ്പയിനിലൊക്കെ ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഈ എമൗണ്ടിന്റെ ഒരു ഈക്വൽ ആയിട്ടുള്ള റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഇവർ മെഷർ ചെയ്യുന്നുണ്ടാവില്ല. ഒരു എസംഷനിലാവും പോകുന്നുണ്ടാവും. അതല്ലെങ്കിൽ നിലവിൽ വരുന്ന സെയിൽസ് വെച്ചിട്ട് ഇപ്പോൾ ഇത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത്ര ലീഡ്സ്, ഇത്ര ക്ലോസിംഗ് എന്നുള്ള ഒരു ആവറേജ് കാൽക്കുലേഷൻ ആയിരിക്കും. അതെനിക്ക് തോന്നുന്നു വലിയ ഫോൾട്ട് ആയിരിക്കും ശരിക്കും ചെയ്യുന്നുണ്ടാവും. അതിന്റെ എത്രയോ പെർസെന്റേജ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക് ചെയ്ത് കിട്ടുന്നുണ്ടാവും. കറക്റ്റ് ആണ്. അപ്പൊ അത്
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇമാജിനേഷൻ. ആൾക്കാർ തിങ്ക് ചെയ്യണം, ഓക്കെ 1000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 ലീഡ് വരും, അതിനകത്ത് 10 ആൾക്കാർ വരുന്നുള്ളത് ഒരു പെർസെപ്ഷനാണ്. ശരിക്കും അങ്ങനെയല്ല. ഈ 100 ആൾക്കാർ വന്നാൽ 100 ആൾക്കാർ കൺവേർട്ട് ചെയ്യാൻ പറ്റണമല്ലോ. 100 ആൾക്കാർ എന്തോ ഒരു സാധനം ഇൻട്രസ്റ്റ് കണ്ടിട്ടാണ് ക്ലിക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ അതിനകത്ത് 100 ആൾക്കാർ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം ബേസിക്കലി. അതിനകത്ത് ഒരു 10% അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് മിസ്സായി എന്നുള്ള അവയർനെസ് നമുക്ക് ഉണ്ടാവണം. നമുക്ക് ഐഡിയ വേണം എന്തുകൊണ്ട് അവർ പോയി, എന്തുകൊണ്ട് അവരെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഒന്നിൽ പ്രൊഡക്റ്റ് മിസ്റ്റേക്ക് ആയിക്കാം, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത ആളുടെ മിസ്റ്റേക്ക് ആയിക്കാം, ഇനി അതല്ലെങ്കിൽ കസ്റ്റമർ ചുമ്മാ വിളിച്ചതായി, ചുമ്മാ റാൻഡം ഒരു 10% അങ്ങനത്തെ ഉണ്ടാവും എന്തായാലും. ആ ഒരു 90% ആൾക്കാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരെ തന്നെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് നമ്മൾ ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്ത് ഒരുപാട് ആഡ് സ്പെൻഡ് ചെയ്ത് ഒരുപാട് ആൾക്കാരെ കൊണ്ടുവരുന്ന ആവശ്യമില്ല. വന്ന ആൾക്കാരെ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഫണലിലൂടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ട്രാക്ക് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സെയിൽസ് ഭയങ്കര ഈസിയാണ്, ക്ലോസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്, കസ്റ്റമേഴ്സിന് റിറ്റെയിൻ ചെയ്യാൻ ഈസിയാണ്. അവിടെ ആ ഒരു പിന്നെ പൊസിഷനിലേക്കാണ് നമ്മൾ ഈ എൻഗേജ്മെന്റിനെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് പ്രൊഡക്റ്റ് താല്പര്യമുണ്ട്, ഈ സർവീസ് യൂസ് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ അയാൾക്ക് ഡബിൾ മൈൻഡഡ് ആണ്, വേറെ ഒരു കോമ്പറ്റീറ്റർ അടുത്തേക്കും പോകാനുള്ള മൈൻഡിന് വിചാരിക്കാം. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എൻഗേജ് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ ബിഹേവിയറും ഇവരുടെ ആറ്റിറ്റ്യൂഡ് നോക്കിയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്, അപ്പോൾ അവർക്ക് ആ ബ്രാൻഡിനോടുള്ള ട്രസ്റ്റും ഒരു ഇഷ്ടവും വരും. അപ്പം ഒരു 50-50 ചാൻസിൽ ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ, അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, ഇത് ഒരുപാട് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെതായ കുറെ കാര്യങ്ങൾ ഉണ്ടാവും, മെട്രിക്സുകൾ ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ട് ഇതിന് ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹെവിലി കൺവേർട്ടബിൾ ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സാധനമാണ്, ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അത് മിഡിൽ ഈസ്റ്റിലേക്ക് പോയപ്പോൾ US-ലൊന്നും വാട്സപ്പ് അത്ര യൂസേഴ്സ് ഇല്ല. പിന്നെ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലാണുള്ളത്, ബ്രസീൽ, മെക്സിക്കോ പോലത്തെ കൺട്രീസിൽ വാട്സപ്പ് ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ് അല്ലെങ്കിൽ മിഡിൽ ഏഷ്യൻ കൺട്രീസിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും വാട്സപ്പ് യൂസേഴ്സ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് കളിക്കുകയാണെങ്കിൽ ബേസിക്കലി വാട്സപ്പ് ഈസ് എ മസ്റ്റ് തിങ്. അത് പ്രോപ്പറായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള വർക്ക് ഫ്ലോസ് ബിൽഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയുന്നത്. അത് വാട്ടെവർ സൊല്യൂഷൻ ആയിക്കോട്ടെ, അത് ഏതെങ്കിലും സൊല്യൂഷനകത്ത് നമ്മൾ ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. സോഷ്യൽ മീഡിയനകത്ത് മാത്രം ചെയ്തിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് ഓഫ് കോഴ്സ് അത്, പക്ഷേ ആ എഫേർട്ടിനെ കുറച്ചുകൂടി ഈസി ആക്കാനും റിസൾട്ടിലേക്ക് എത്തിക്കാനും ഇതിനെ കൊണ്ട് പറ്റും. ഗ്രേറ്റ്. എനിക്ക് തോന്നുന്നു നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു. മെയിൻലി എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഈ സ്റ്റാർട്ടപ്പ് ജേണി, ഈ കരിയർ ജേണി എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ജോബ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഫസ്റ്റ് മെൻറ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും ആ ഒരു ടൈമിൽ നമ്മൾ ഒരിക്കലും സാലറി മണി ഓറിയൻറ്റഡ് ആവാൻ പാടില്ല. അവിടെ നമ്മൾ വേറെ മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്താൽ പിന്നെ നമുക്ക് ഏത് ലെവൽ ഓഫ് മണി ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്ന ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. പക്ഷെ അത് ഇത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. എനിക്ക് തോന്നുന്നു അതൊരു സക്സസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ദുബായത്തെ എക്സ്പീരിയൻസും അവിടെ മെൻറ്റർ കിട്ടുന്നതും ആ എക്കോസിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാനും ഒരു 4 years ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് പിന്നെ ഞാൻ ഓണ്ടർപ്രണറായി മാറിയത്. ആ കാലഘട്ടത്തിൽ എടുക്കാത്ത എഫേർട്ട് ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ സ്ക്രാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മൾ റിഫൈൻഡ് ആയിട്ട് മാറും ഒരു സ്റ്റേജ് കഴിയുമ്പോൾ. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഇവിടെ നമുക്ക് ശരിക്കും കാണാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ എറേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളത് അല്ലേ, എത്ര പ്രൊഡക്റ്റ് നിങ്ങൾ ഓൾറെഡി മേക്ക് ചെയ്തു, എല്ലാം കുറേ ത്രാഷ് അതിനുശേഷമാണ് ഒരു ഫൈനൽ ഒരു പ്രൊഡക്റ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ അത് എത്താനുള്ള ഒരു പ്രോസസ്സ്, ആ പെയിനിലൂടെ നമ്മൾ പോകണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഒരു മാർക്കറ്റ് ഇംപ്ലിമെൻറ്റേഷൻ, അതിൻ്റെ ഒരു സക്സസ്. അപ്പോൾ ആ ഒരു സക്സസ് സ്റ്റേജിലേക്ക് ഇങ്ങനെ നിൽക്കുന്നു. ദെൻ ഗ്രോ ചെയ്യട്ടെ. ഒരിക്കലും ഈ ഒരു സ്റ്റേജിൽ നിൽക്കുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ഒന്നും ഡ്രീം, അതല്ല. അതിൻ്റെ ഒരു മാക്സിമം ലെവലിലേക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മെറ്റ വളരുന്നതിനോടൊപ്പം തന്നെ നമ്മളും അതിൻ്റെ പാരലലി വളർന്നു പോവുക എന്നുള്ളതും മാത്രമല്ല, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നല്ലൊരു അവയർനെസ് ആണ്. കാരണം ഇപ്പോൾ ഞാനും എല്ലാവർക്കും ബേസിക് സെയിൽസ് ഇല്ലാത്തൊരു ബിസിനസ് ഇല്ല. 100% ഏത് ബിസിനസ് ആണെങ്കിലും സെയിൽസ് ആണ് അതിന്റെ കീ ഏരിയ എന്ന് പറയുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നതും എന്നാൽ അവിടെ അവയർനെസ് ഇല്ലായ്മയുടെ ഒരു പ്രോബ്ലം ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ ഏരിയയിൽ ഒരുപാട് അവയർനെസ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അതെല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. അതിന്റെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർ കമന്റ് ചെയ്യട്ടെ, നമുക്ക് റിപ്ലൈ കൊടുക്കാം. എന്തായാലും താങ്ക് യു. ഫ്ലോഫ്ലെക്സിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടൊരു ഇൻഫർമേഷൻ, സ്റ്റാർട്ടപ്പിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ, ടെക്നോളജിയെ കുറിച്ചുള്ള വളരെ ഡീപ്പായിട്ടുള്ളൊരു അവയർനെസ് തന്നതിൽ താങ്ക് യു വെരി മച്ച്. എനിക്ക് തോന്നുന്നു വീണ്ടും നമുക്ക് കുറച്ച് ഡേയ്സ് അടുത്തൊരു പോഡ്കാസ്റ്റിൽ വേറെ കുറച്ച് കഥകളുമായിട്ട് വീണ്ടും നമുക്ക് ഒന്നുകൂടി ഇരിക്കാം. അപ്പോൾ താങ്ക് യു വെരി മച്ച്. താങ്ക് യു നിഷ്.